പ്രീതികര സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബ്രിട്ടീഷുകാരുടെ ആഗമനത്തെക്കുറിച്ച് പഠിച്ചു. ഏത് സാഹചര്യത്തിലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരിക, അല്ലേ? മാസ്റ്റർ റാൽഫിസിന്റെ നിർദ്ദേശപ്രകാരമാണ് രൂപീകരിക്കുന്നതൊക്കെ നമ്മൾ പഠിച്ചു. സൂററ്റിലാണ് അവരുടെ ആദ്യ ഫാക്ടറി ആരംഭിച്ചത്. തെക്കേ ഇന്ത്യയിൽ ആദ്യത്തത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ മസൂലി പട്ടണത്താണ്. ഇനി തമിഴ്നാട്ടില് മദ്രാസിലാണ് അവരുടെ ആദ്യത്തെ ഫാക്ടറി അല്ലെങ്കിൽ പണ്ടകശാല. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക താവളം എവിടെയാണെന്ന് പഠിച്ചു? മദ്രാസിലാണെന്ന് പഠിച്ചു, അല്ലെ? 1644 അല്ലെ? അത് അറിയപ്പെടുന്ന എന്ത് പേരില്ല? സെന്റ് ജോർജ് കോട്ടയെന്നും. ഇനി ബ്രിട്ടീഷുകാർ കേരളത്തിലേക്ക് വന്നതിനെ കുറിച്ച് ചുരുക്കി നമ്മൾ ഒന്ന് രണ്ട് പോയിന്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധിയായിട്ട് കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യത്തെ ബ്രിട്ടീഷ് നാവികൻ ആരാണ്? ക്യാപ്റ്റൻ കീലിംഗ് ആയിരുന്നു 1615. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിൽ ആദ്യമായി ഒരു പണ്ടകശാല അല്ലെങ്കിൽ കച്ചവട കേന്ദ്രം ആരംഭിക്കുന്നത് 1644 ഇവിടെ വിഴിഞ്ഞത്ത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിൽ ആദ്യമായി ഒരു ഫാക്ടറി ആരംഭിച്ചത് വിഴിഞ്ഞത്താണെങ്കിലും ആദ്യമായി ഒരു സൈനിക താവളം അഥവാ കോട്ട പണികഴിപ്പിക്കുന്നത് അഞ്ചുതെങ്ങിലായിരുന്നു 1695. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്, അല്ലെ? ഇന്നേ ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത്, കൂടാതെ അടുത്ത ക്ലാസ്സിലും, ബ്രിട്ടീഷ് കോളനിവൽക്കരണ കാലഘട്ടത്തെ പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ. കോളനിവൽക്കരണവുമായി ബന്ധപ്പെട്ട് യുദ്ധം നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാരും ഇന്ത്യയിലെ പ്രാദേശിക നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടാവാം. അല്ലെങ്കിലോ സാമ്രാജ്യത്വ ശക്തികളുടെ കോളനിവൽക്കരണ മത്സരഫലമായിട്ട് ബ്രിട്ടീഷുകാർ മറ്റ് യൂറോപ്യൻ ശക്തികളുമായി ഏറ്റുമുട്ടിയിട്ടുണ്ടാവാം. ശരിയല്ലേ? അപ്പോൾ ഇത്തരം രണ്ട് വിഭാഗത്തിൽപ്പെട്ട യുദ്ധങ്ങൾ നമ്മൾ ഈ രണ്ട് ക്ലാസ്സിലൂടെയും പഠിച്ചുറപ്പിക്കും. നമുക്ക് ആദ്യം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് തെക്കേ ഇന്ത്യയില് ബ്രിട്ടീഷ് സാമ്രാജ്യ ആധിപത്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കച്ചവട ആധിപത്യത്തിന് വേണ്ടിയിട്ട് ബ്രിട്ടനും മറ്റൊരു യൂറോപ്യൻ ശക്തിയായ ഫ്രാൻസും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ്. ഈ യുദ്ധങ്ങൾ പ്രധാനമായും ഇന്നത്തെ കർണാടക സംസ്ഥാനത്തിന്റെ ഭൂപ്രദേശങ്ങൾ പിടിച്ചടക്കുക എന്നതാണ് ലക്ഷ്യമായതുകൊണ്ട് ഇവയെ നമ്മൾ പൊതുവായി എന്തെന്ന് വിളിച്ചു? കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് വിളിച്ചു. ഓക്കെ, അപ്പൊ കർണാടക യുദ്ധങ്ങൾ എന്താണ്? തെക്കേ ഇന്ത്യയിലെ കച്ചവട ആധിപത്യത്തിന് വേണ്ടിയിട്ട് സാമ്രാജ്യത്വ ശക്തികളായ ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ഇത് പേരിൽ അറിയപ്പെടുക കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുക. 3 യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ഒന്നാം കർണാട്ടിക് യുദ്ധം 1746 മുതൽ 48 വരെ. ഈ യുദ്ധത്തിൽ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ആര് വിജയിച്ചു എന്ന് നമുക്ക് പറയാം? നമ്മുടെ ഫ്രഞ്ചുകാർ വിജയിച്ചു എന്ന് പറയാം. തെക്കേ ഇന്ത്യയിൽ ഇന്നത്തെ തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ഭാഗമായ മദ്രാസിൽ അവർക്കൊരു പണ്ടകശാല ഉണ്ടായിരുന്നു 1639 പണികഴിപ്പിച്ചത്. 1644 ഇന്ത്യയിൽ ആദ്യ സൈനിക താവളം ബ്രിട്ടീഷുകാർ പണികഴിപ്പിച്ചതും മദ്രാസിലായിരുന്നു, അല്ലെ? ഈ രണ്ട് ഭൂപ്രദേശങ്ങളും ആര് കീഴടക്കി? ഫ്രഞ്ചുകാർ കീഴടക്കി. നമ്മൾ ഒരുമിച്ച് പറയുകയാണ്, ഫ്രഞ്ചുകാർ മദ്രാസ് പിടിച്ചടക്കി. ആരിൽ നിന്ന്? ബ്രിട്ടീഷുകാരിൽ നിന്ന്. അപ്പോൾ ഒന്നാം കർണാടക യുദ്ധത്തിൽ ആര് വിജയിച്ചു? യെസ്, ഫ്രഞ്ചുകാർ വിജയിച്ചു. യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഒപ്പുവെച്ച ഉടമ്പടിയാണ് എന്താ? എക്സ്ലാ ഷാപ്പയിൽ ഉടമ്പടി. വർഷം മറന്നു പോകരുത്. സാധാരണ നമ്മൾ പറയാറുണ്ട്, എപ്പോഴാണ് യുദ്ധം അവസാനിക്കുന്നത് ആ വർഷമായിരിക്കും യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഉടമ്പടി ഒപ്പുവെക്കുക. അപ്പൊ നിങ്ങൾ ഉടമ്പടിയുടെ പേര് പ്രത്യേകിച്ച് പഠിക്കണമെന്നില്ല. യുദ്ധത്തിന്റെ കാലയളവ് പഠിക്കുമ്പോൾ അതിന്റെ അവസാനത്തെ വർഷമായിരിക്കുമല്ലോ എന്തായാലും ഉടമ്പടി ഒപ്പുവെക്കുക. ശരിയല്ലേ? യെസ്. അപ്പോൾ ഒന്നാം കർണാടക യുദ്ധം 1746 മുതൽ 48 വരെ. ഒന്നാം കർണാടക യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലുണ്ടായിരുന്ന മദ്രാസ് പിടിച്ചടക്കി. യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഒപ്പുവെച്ച ഉടമ്പടിയാണ് എന്താ? എക്സ്ലാ ഷാപ്പയിൽ ഉടമ്പടി എന്ന പേരിൽ അറിയപ്പെടുക. എന്ന് നമ്മൾ പറയുന്നു രണ്ടാം കർണാടക യുദ്ധം. രണ്ടാം കർണാടക യുദ്ധമായപ്പോ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കുറെ ഹോംവർക്കൊക്കെ ചെയ്തു എന്ന് പറയാം, അല്ലെ? അതുകൊണ്ട് തന്നെ ശക്തനായ ബ്രിട്ടീഷ് സൈന്യാധിപനെ നിയോഗിക്കുകയാണ് യുദ്ധത്തിന് വേണ്ടിയിട്ട്. കാരണം വീണ്ടും പരാജയപ്പെടാൻ പാടില്ലല്ലോ. അങ്ങനെ പരാജയപ്പെട്ടാൽ അന്തർദേശീയ തലത്തില് യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്കിടയിൽ ബ്രിട്ടന്റെ ഇമേജ് അവിടെ എന്ത് ചെയ്യും? തകർന്നു പോകും. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ബ്രിട്ടൻ ശക്തമായി തന്നെ രണ്ടാം കർണാടക യുദ്ധത്തിൽ ഇടപെടുകയാണ്. രണ്ടാം കർണാടക യുദ്ധം നടക്കുന്നത് 1749 മുതൽ 1754 വരെ. ഇന്നത്തെ
കർണാടക സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായി പണ്ട് കണക്കാക്കിയിരുന്ന ഒരു ഭൂപ്രദേശമായിരുന്നു ആർക്കോട്ട് എന്ന് പറയുന്ന ഭൂപ്രദേശം. ഇത് ആദ്യം ഫ്രഞ്ചുകാരുടെ അധീനതയിലായിരുന്നു കേട്ടോ. ഫ്രഞ്ചുകാരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന കർണാടകയുടെ തലസ്ഥാനമായി കണക്കാക്കുന്ന ആർക്കോട്ട് ഭൂപ്രദേശം ആര് പിടിച്ചടക്കി? ബ്രിട്ടീഷുകാർ രണ്ടാം കർണാടിക് യുദ്ധത്തിൽ പിടിച്ചടക്കി. ഈ ആർക്കോട്ട് എന്ന് പറയുന്ന ഭൂപ്രദേശം പിടിച്ചടക്കുന്നതിന് വേണ്ടിയിട്ട് നടന്ന യുദ്ധത്തെ പ്രത്യേകമായി നമ്മൾ ആർക്കോട്ട് യുദ്ധം എന്ന് വിളിക്കുന്നു. ആർക്കോട്ട് യുദ്ധം നടന്നത് എന്ന് ചോദിച്ചാൽ 1751. അല്ലെങ്കിൽ എന്താ പറയാടാ, കർണാടകയുടെ തലസ്ഥാനമായി കണക്കാക്കുന്ന ആർക്കോട്ട് ഭൂപ്രദേശം ബ്രിട്ടീഷുകാർ ഫ്രഞ്ച് അധീന പ്രദേശത്തിൽ നിന്ന് മോചിപ്പിച്ചത്, അല്ലെങ്കിൽ ഫ്രഞ്ചുകാരിൽ നിന്ന് പിടിച്ചെടുത്തത് ഏത് വർഷം? 1751. PSCക്ക് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം, ശരിയല്ലേ? ഒന്നുകിൽ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, ആർക്കോട്ട് യുദ്ധം നടന്നതെന്ന് 1751. ആർക്കോട്ട് യുദ്ധം നടന്നത് ഏത് കർണാടിക് യുദ്ധ കാലഘട്ടത്താണ്? ഏത് കർണാടിക് യുദ്ധത്തെ? രണ്ടാം കർണാടിക് യുദ്ധത്തെ കാലഘട്ടത്താണ്. സിമ്പിൾ അല്ലേ? അപ്പോൾ രണ്ടാം കർണാടിക് യുദ്ധത്തിൽ കാലയളവ് 1749 മുതൽ 84 വരെ. ഈ കാലയളവില് കർണാടകയുടെ തലസ്ഥാനമായി കണക്കാക്കുന്ന ആർക്കോട്ട് ഭൂപ്രദേശം ഫ്രഞ്ചുകാരിൽ നിന്ന് ബ്രിട്ടീഷുകാർ പിടിച്ചടക്കി. ഏത് വർഷം? 1751. ഈ ആർക്കോട്ട് ഭൂപ്രദേശത്ത് പിടിച്ചടക്കിയതിനെ നമ്മൾ എന്താന്ന് വിളിച്ചു? ആർക്കോട്ട് യുദ്ധം എന്ന് പ്രത്യേകിച്ച് വിളിക്കുന്നു. ഓക്കെ അല്ലേ? ഈ ആർക്കോട്ട് യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് നമുക്ക് ഏറെ പരിചയമുള്ള ഒരു വ്യക്തിയാണ്, റോബർട്ട് ക്ലൈവ്. ആർക്കോട്ട് യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യാധിപനായ റോബർട്ട് ക്ലൈവ് എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്ക് വിജയം നേടിക്കൊടുത്തു എന്ന് പറയാം. അദ്ദേഹം താൽക്കാലികമായിട്ടാണ് ഇന്ത്യയിലേക്ക് നിയോഗിക്കപ്പെടുക. തുടർന്ന് ഈ രണ്ടാം കർണാടക യുദ്ധത്തിന് ശേഷം അദ്ദേഹം താൽക്കാലികമായി വന്ന് ജോലി ചെയ്ത് തിരികെ പോവുകയാണ്. അദ്ദേഹം പിന്നെ 1757 വീണ്ടും വരിക. അന്നു മുതൽ 1769 വരേക്കും അദ്ദേഹം ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ സൈനിക മേധാവിയായിട്ട് സേവനം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ താൽക്കാലികമായി അദ്ദേഹത്തെ കൊണ്ടുവരുന്നു, യുദ്ധത്തിന് ശേഷം അങ്ങോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ആർക്കോട്ട് യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യാധിപനാരായിരുന്നു? റോബർട്ട് ക്ലൈവ് ആയിരുന്നു. അദ്ദേഹം തന്നെയാണ് ബ്രിട്ടീഷുകാർക്ക് വിജയം നേടിക്കൊടുക്കുക. രണ്ടാം കർണാടിക് യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഒപ്പുവെച്ച ഉടമ്പടിയാണെന്ത്? പോണ്ടിച്ചേരി ഉടമ്പടി, അഥവാ പുതുച്ചേരി ഉടമ്പടി എന്നും പറയാം. ഈ പോണ്ടിച്ചേരി എന്ന് പറയുന്ന പ്രദേശം നിലവിൽ പുതുച്ചേരി എന്നാണ് അറിയപ്പെടുക. അപ്പോൾ പോണ്ടിച്ചേരി ഉടമ്പടി എന്നോ അല്ലെങ്കിൽ പുതുച്ചേരി ഉടമ്പടി എന്നോ ഓപ്ഷനിൽ തരാം. ഓക്കെ. അപ്പൊ രണ്ടാം കർണാടക യുദ്ധം ഏത് തൊട്ട് ഇതുവരെ? 1749 മുതൽ 54 വരെ. യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഒപ്പുവെച്ച ഉടമ്പടി ഏത് വർഷമായിരിക്കും? യുദ്ധം അവസാനിക്കുന്ന വർഷമായിരിക്കും എന്ന 1754. ക്ലിയർ? പ്രിയ ഉദ്യോഗാർത്ഥികളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് കരുതുന്നു, എങ്കിലും ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കാം. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ഏത് രാജ്യമാണോ പരാജയപ്പെടുക, ആ പരാജയപ്പെട്ട രാജ്യത്ത് വെച്ചായിരിക്കും സാധാരണഗതിയിൽ ഉടമ്പടി ഒപ്പുവെക്കുക. ഒന്നാം കർണാടക യുദ്ധം നമ്മൾ പറഞ്ഞു, ആര് വിജയിച്ചു? ഫ്രഞ്ചുകാർ വിജയിച്ചു. പരാജയപ്പെട്ടത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. രണ്ടാം കർണാടക യുദ്ധത്തിൽ ആര് വിജയിച്ചു? ബ്രിട്ടീഷുകാർ വിജയിച്ചു. പരാജയപ്പെട്ട ആരാ? ഫ്രഞ്ചുകാർ. ഫ്രഞ്ചുകാരുടെ പ്രധാന അധിനിവേശ പ്രദേശമാണ് എന്ത്? പോണ്ടിച്ചേരി. അപ്പൊ ഫ്രഞ്ചുകാർ പരാജയപ്പെട്ടപ്പോൾ രണ്ടാം കർണാടക യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഉടമ്പടി ഒപ്പുവെക്കുന്ന ഇവിടെ വെച്ച പോണ്ടിച്ചേരി അല്ലെങ്കിൽ പുതുച്ചേരിയിൽ വെച്ചാണ്. ക്ലിയർ? അത് മനസ്സിലുണ്ടാവട്ടെ. ഇനി അങ്ങോട്ട് പോകുമ്പോഴും നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ എളുപ്പത്തിന് ആര് വിജയിച്ചു എന്ന് ചോദിച്ചാൽ ഉടമ്പടിയുടെ പേര് വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആരാണ് വിജയിച്ചതെന്ന്. കേട്ടോ? യെസ്. അപ്പോൾ പരാജയപ്പെട്ട രാജ്യത്ത് വെച്ച് ഉടമ്പടി ഒപ്പുവെക്കും എന്ന കാര്യം മാത്രം ഓർമ്മിച്ചാൽ മതി. ഓക്കെ. അപ്പൊ രണ്ടാം കർണാടക യുദ്ധം 1749 മുതൽ 54 വരെ. കർണാടകയുടെ തലസ്ഥാനമായി കണക്കാക്കുന്ന ആർക്കോട്ട് ഭൂപ്രദേശം ഫ്രാൻസിന്റെ അധീനതയിലായിരുന്നു. അത് 1751 ബ്രിട്ടീഷ് സൈന്യാധിപനായ റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചടക്കി. ഇതിനെ പ്രത്യേകമായി നമ്മൾ എന്താന്ന് വിളിക്കുന്നു? ആർക്കോട്ട് യുദ്ധം എന്ന് വിളിക്കുന്നു. അല്ലെങ്കിൽ ആർക്കോട്ട് ഭൂപ്രദേശം പിടിച്ചടക്കിയതെന്നാണ് 1751. രണ്ടാം കർണാടക യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ്? പുതുച്ചേരി അല്ലെങ്കിൽ പോണ്ടിച്ചേരി ഉടമ്പടി ഏത് വർഷം? 1754. അടുത്ത് പറയുന്നു മൂന്നാം കർണാടക യുദ്ധം. മൂന്നാം കർണാടക യുദ്ധം 1758 മുതൽ 1763 വരെ. ഇക്കാലയളവില് യൂറോപ്പില് ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒരു സപ്തവർഷ യുദ്ധം നടക്കുന്നുണ്ട്. 7 വർഷം നീണ്ടുനിന്ന യുദ്ധം കേട്ടോ. സപ്തവത്സര യുദ്ധ കാലഘട്ടത്ത് ഇന്ത്യയിൽ നടന്ന ബ്രിട്ടീഷുകാരും ഫ്രാൻസുകാരും തമ്മിലുള്ള യുദ്ധം ഏത് എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? മൂന്നാം കർണാടക യുദ്ധം എന്ന് പറയണം. ഓക്കെ. യൂറോപ്പിലെ സപ്തവത്സര യുദ്ധ കാലഘട്ടത്ത് ഇന്ത്യയിൽ വെച്ച് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ഏറ്റുമുട്ടിയ യുദ്ധം ഏത്? മൂന്നാം കർണാടക യുദ്ധം.
മൂന്നാം കർണാടക യുദ്ധത്തിന്റെ കാലയളവ് ഏതോട്ട് ഇത് വരിക 1758 മുതൽ 63 വരെ. ഈ കാലയളവില് ഫ്രഞ്ചുകാര് പരാജയപ്പെടാൻ കാരണമായ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധമെന്ന് പറയുന്നത് വാണ്ടിവാഷ് യുദ്ധമായിരുന്നു. വാണ്ടിവാഷ് യുദ്ധം നടക്കുന്നത് 1760 വാണ്ടിവാഷ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ വിളിച്ച പേരാണ്. ആ സ്ഥലത്തിന്റെ പേര് യഥാർത്ഥത്തില് വന്തവാസി എന്നായിരുന്നു കേട്ടോ. ഇന്നത്തെ തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ഭാഗമായ വന്തവാസി എന്ന സ്ഥലത്ത് വെച്ച് 1760 നടന്ന യുദ്ധമാണ് ബ്രിട്ടീഷ് രേഖകളിൽ എന്ത് കാണുക? വാണ്ടിവാഷ് എന്ന് കാണുക. ഓക്കെ, യെസ്. എനിവേ, അപ്പോൾ വന്തവാസി അല്ലെങ്കിൽ വാണ്ടിവാഷ് യുദ്ധം നടന്നത് എന്നാണ് 1760. ഈ വന്തവാസി അല്ലെങ്കിൽ വാണ്ടിവാഷ് ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്ടിലുമാണ്. മൂന്നാം കർണാടക യുദ്ധത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നയിച്ചത് അയർക്കൂട്ട് എന്ന സൈനിക മേധാവിയാണ്. അയർക്കൂട്ട് അതിശക്തമായി ഫ്രഞ്ച് സേനയെ പരാജയപ്പെടുത്തി. തുടർന്ന് തെക്കേ ഇന്ത്യയിൽ ആ വാക്കിന് പ്രാധാന്യമുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, കർണാടക യുദ്ധം തന്നെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? തെക്കേ ഇന്ത്യയിലെ കച്ചവട ആധിപത്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ്. ഈ മൂന്നാം കർണാടക യുദ്ധത്തിൽ കാലഘട്ടത്തിൽ നടന്ന 1760 വാണ്ടിവാഷ് യുദ്ധത്തിൽ ഫ്രഞ്ചുകാരെ ബ്രിട്ടീഷ് സൈന്യാധിപനായ അയർക്കൂട്ട് പരാജയപ്പെടുത്തി. ഇതോടുകൂടി എന്ത് സംഭവിച്ചു? തെക്കേ ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ തലസ്ഥാനമായി കണക്കാക്കുന്ന പുതുച്ചേരി ഒഴികെയുള്ള ഭൂപ്രദേശങ്ങൾ ആര് പിടിച്ചെടുത്തു? ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഇതോടുകൂടി അല്ലെങ്കിൽ മൂന്നാം കർണാടക യുദ്ധത്തോടുകൂടി അല്ലെങ്കിൽ വാണ്ടിവാഷ് യുദ്ധത്തോടുകൂടി ഫ്രഞ്ച് കച്ചവട ആധിപത്യം ഇന്ത്യയിൽ തകർന്നു എന്ന് പറയാം. അല്ലെങ്കിൽ ഫ്രഞ്ച് കോളനി വാഴ്ചയ്ക്ക് പതനം ആരംഭിച്ചു എന്ന് പറയാം. തുടർന്ന് ഫ്രാൻസിന് കൂടുതൽ വിസ്തൃതിയിൽ കോളനിവൽക്കരണം നടത്താനൊന്നും കഴിഞ്ഞില്ല. പുതുച്ചേരി ഉൾപ്പെടുന്ന ഭൂപ്രദേശത്ത് മാത്രം ഫ്രഞ്ച് സാമ്രാജ്യം ചുരുങ്ങിപ്പോയി. അതാണ് ചരിത്രം. ഓക്കെ അല്ലേ? അപ്പോൾ മൂന്നാം കർണാടക യുദ്ധം 1758 മുതൽ 63 വരെ. ഇക്കാലയളവില് പ്രധാനപ്പെട്ട യുദ്ധമായിരുന്നു തമിഴ്നാട്ടിലെ വന്തവാസി അഥവാ വാണ്ടിവാഷ് യുദ്ധം 1760. വാണ്ടിവാഷ് യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് അയർക്കൂട്ടായിരുന്നു. ഫ്രഞ്ചുകാരെ പരാജയപ്പെടുത്തുകയും തെക്കേ ഇന്ത്യയിൽ പുതുച്ചേരി ഒഴികെയുള്ള മറ്റു ഭൂപ്രദേശങ്ങൾ ആര് പിടിച്ചെടുക്കുകയും ചെയ്തു? ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇന്ത്യയില് ഫ്രഞ്ച് ഭരണത്തിന് ക്ഷയം ആരംഭിച്ചത് ഏത് യുദ്ധത്തോടു കൂടി? വാണ്ടിവാഷ് യുദ്ധത്തോടു കൂടി. ഓക്കെ, ഫ്രഞ്ച് പതനത്തിന് കാരണമായത് വാണ്ടിവാഷ് യുദ്ധമായിരുന്നു. മൂന്നാം കർണാടക യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഒപ്പുവെച്ച ഉടമ്പടിയാണ് എന്താ? പാരീസ് ഉടമ്പടി. പാരീസ് ഉടമ്പടി ഏത് വർഷമായിരുന്നതാ? 1763 ആയിരുന്നു. ഈ പാരീസ് ഉടമ്പടി നിങ്ങൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കേൾക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു സപ്ത വത്സര യുദ്ധം. യൂറോപ്പിലെ ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ കച്ചവട ആധിപത്യത്തിന് വേണ്ടിയിട്ട് നടന്ന യുദ്ധമാണെന്ത്? സപ്തവത്സര യുദ്ധം. ആ സപ്തവത്സര യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഒപ്പുവെച്ച ഉടമ്പടി എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? ഈ പാരീസ് ഉടമ്പടി തന്നെയാണ്. ഓക്കെ, ഇത് കൂടാതെ പാരീസ് ഉടമ്പടി നിങ്ങൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ലോക ചരിത്രം പഠിക്കുമ്പോൾ കേൾക്കുന്ന ഒരു പോയിന്റാണ്. നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. യെസ്, ഞാൻ ആദ്യം വർഷം ക്ലൂ തരാം, നിങ്ങൾക്ക് ഓർമ്മ വരുമെന്ന് നോക്കാം. 1783 പാരീസ് ഉടമ്പടി. ഈ പാരീസ് ഉടമ്പടിയിലൂടെ ഒരു രാജ്യം പൂർണ്ണമായി സ്വാതന്ത്ര്യം നേടുന്നു. ഇപ്പൊ കിട്ടിയോ? ഇല്ല. ശരി, അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് ഫ്രാൻസിന്റെ മാധ്യസ്ഥതയിൽ ബ്രിട്ടീഷുകാർ ഒപ്പുവെച്ച ഉടമ്പടിയാണ്, ബ്രിട്ടീഷുകാര് അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ഒപ്പുവെച്ച ഉടമ്പടിയാണ് 1783 പാരീസ് ഉടമ്പടി. നിങ്ങൾ വെൽ ടെസ്റ്റ് പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കാറുണ്ടല്ലേ? അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത് എന്നായിരുന്നു? മൂന്നാം ഫിലാഡൽഫിയ കോൺഗ്രസിൽ വെച്ച് 1776 ജൂലൈ മാസം 4 സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നതിന് മുൻപ് അമേരിക്കയിലെ നിവാസികൾ ജോർജ് വാഷിംഗ്ടണിന്റെ നേതൃത്വത്തിൽ രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസിൽ വെച്ച്, കൃത്യമായി പറഞ്ഞാൽ 1775 ഒരു സൈന്യത്തെ രൂപീകരിച്ചിരുന്നു. ആ സൈന്യം ഇംഗ്ലണ്ടിനെതിരെ പോരാടുകയാണ്.
ജോർജ് വാഷിംഗ്ടന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ സേനയും കോൺവാലിസിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സേനയും തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെടുന്നു. ഒടുവില് അമേരിക്ക യുദ്ധത്തിൽ വിജയിക്കുന്നത് 1781 ജോർജ് വാഷിംഗ്ടന്റെ നേതൃത്വത്തിലുള്ള സേന ആരെ പരാജയപ്പെടുത്തി? കോൺവാലിസിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യത്തെ 1781 പരാജയപ്പെടുത്തി. എങ്കിലും ബ്രിട്ടൻ അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ തയ്യാറായില്ല. ഒടുവില് ഫ്രാൻസ് അവിടെ ഇടപെടുകയാണ്. ഫ്രാൻസിന്റെ മാധ്യസ്ഥതയിൽ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം നൽകുന്നു. അതിനുവേണ്ടി ഒപ്പുവെച്ച ഉടമ്പടിയാണെന്ത്? പാരീസ് ഉടമ്പടി 1783. അവിടെ ഫ്രാൻസ് മീഡിയേറ്റർ ആയതുകൊണ്ടാണ് ഫ്രാൻസിലെ പാരീസിൽ വെച്ച് ഉടമ്പടി ഒപ്പുവെക്കുക. നമ്മൾ പറയാറുണ്ട് അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സഹായിച്ച ഫ്രാൻസിലെ ഭരണാധികാരി ആരാണ്? ലൂയി 16 അല്ലെ? ലൂയി 16. യെസ്, നിങ്ങൾക്കറിയാം, ഓർമ്മ വന്നല്ലോ, അത് മതി. ഒരുപക്ഷെ പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പഠിക്കാമല്ലോ, നല്ല ടെൻഷനൊന്നും വേണ്ട. പാരീസ് ഉടമ്പടി എന്ന് പറഞ്ഞപ്പോൾ ഞാനത് കണക്ട് ചെയ്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ 3 കർണാടിക് യുദ്ധങ്ങളും നമുക്കൊന്ന് റിവിഷൻ ചെയ്താലോ? റിവിഷൻ ചെയ്ത് ഉറപ്പിച്ചിട്ട് മുന്നോട്ട് പോകാം. നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളാണ് പഠിക്കുന്നതെങ്കിൽ കൂടി അത് കൃത്യമായി നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. ഓക്കെ, യെസ്, റിവിഷൻ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. കർണാടിക് യുദ്ധങ്ങൾ ആകെ എത്ര എണ്ണം? 3 എണ്ണം. തെക്കേ ഇന്ത്യയിലെ കച്ചവട ആധിപത്യത്തിന് വേണ്ടിയിട്ട് ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ നടത്തിയ യുദ്ധങ്ങളാണ് കർണാടിക് യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുക. ഒന്നാം കർണാടിക് യുദ്ധം 1746 മുതൽ 48 വരെ. ഒന്നാം കർണാടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാരാണ് വിജയിച്ചത്. ബ്രിട്ടീഷ് അധീന പ്രദേശമായ മദ്രാസ് പിടിച്ചടക്കി. യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് 1748 ഒപ്പുവെച്ച ഉടമ്പടിയാണ് എന്താ? എക്സ്-ലാ-ഷാപ്പീൽ ഉടമ്പടി. രണ്ടാം കർണാടിക് യുദ്ധം 1749 മുതൽ 54 വരെ. കർണാടകയുടെ തലസ്ഥാനമായ ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായ ആർക്കോട്ട് ഭൂപ്രദേശം പിടിച്ചടക്കുന്നതിന് വേണ്ടിയിട്ട് നടന്ന യുദ്ധമാണ് 1751. 1751 ആർക്കോട്ട് ഭൂപ്രദേശം പിടിച്ചടക്കിയത് ബ്രിട്ടീഷ് സൈന്യാധിപനായ റോബർട്ട് ക്ലൈവ് ആയിരുന്നു. ഇതിനെ പ്രത്യേകിച്ച് നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ആർക്കോട്ട് യുദ്ധം എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ രണ്ടാം കർണാടിക് യുദ്ധം 1749 മുതൽ 54 വരെ. ഇക്കാലയളവിൽ ആർക്കോട്ട് ഭൂപ്രദേശം പിടിച്ചടക്കുന്നതിന് വേണ്ടി നടന്ന പ്രത്യേക യുദ്ധത്തെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ആർക്കോട്ട് യുദ്ധം എന്ന് വിളിച്ചു. ആർക്കോട്ട് യുദ്ധം ഏത് വർഷം? 1751. ഓക്കെ, രണ്ടാം കർണാടിക് യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഒപ്പുവെച്ച ഉടമ്പടിയാണ് എന്താ? പോണ്ടിച്ചേരി ഉടമ്പടി. ഏത് വർഷം? 1754. വർഷം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഉടമ്പടിയുടെ PS ചോദിക്കാറുണ്ട്. പോണ്ടിച്ചേരി ഉടമ്പടി ഏത് വർഷം? 1754. അപ്പൊ രണ്ടാം കർണാടിക് യുദ്ധത്തിൽ ആര് വിജയിച്ചു? ബ്രിട്ടീഷുകാർ വിജയിച്ചു. മൂന്നാം കർണാടിക് യുദ്ധം 1758 മുതൽ 63 വരെ. ഇക്കാലയളവിലെ പ്രധാന യുദ്ധം എന്ന് പറയുന്നത് വാണ്ടിവാഷ് യുദ്ധമായിരുന്നു 1760. ഈ വാണ്ടിവാഷ് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ യഥാർത്ഥ പേര് വന്തവാസി എന്നായിരുന്നു, തമിഴ്നാട് സംസ്ഥാനത്ത്. ഈ മൂന്നാം കർണാടിക് യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് അയർക്കൂട്ടായിരുന്നു. അയർക്കൂട്ടിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം ഫ്രഞ്ചുകാരെ നിശേഷം പരാജയപ്പെടുത്തി. തെക്കേ ഇന്ത്യയിൽ പുതുച്ചേരി ഒഴികെയുള്ള മറ്റു ഭൂപ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി മാറുകയും ചെയ്തു. തുടർന്ന് ഫ്രാൻസ് ഭരണകൂടത്തിന് അല്ലെങ്കിൽ ഫ്രഞ്ച് കമ്പനിക്ക് ഇന്ത്യയിൽ കൂടുതൽ പ്രദേശങ്ങൾ കീഴടക്കുവാനോ കച്ചവട ആധിപത്യം നടത്താനോ സാധിച്ചില്ല. അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട് ഫ്രഞ്ച് പതനത്തിന് കാരണമായത് വാണ്ടിവാഷ് യുദ്ധമായിരുന്നു, അല്ലെങ്കിൽ മൂന്നാം കർണാടിക് യുദ്ധം എന്ന് നമുക്ക് പറയാം. മൂന്നാം കർണാടിക് യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഒപ്പുവെച്ച ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി 1763. അതോടൊപ്പം ഞാൻ വീണ്ടും ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചു. എന്താണ്? യൂറോപ്പിൽ ഇംഗ്ലണ്ടിന്റെയും ഫ്രാൻസിന്റെയും കച്ചവട ആധിപത്യത്തിന് വേണ്ടി നടന്ന യുദ്ധമായിരുന്നു സപ്തവത്സര യുദ്ധം. ആ സപ്തവത്സര യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഉടമ്പടി എന്ന് ചോദിച്ചാലും പാരീസ് ഉടമ്പടി 1763 തന്നെയാണ് ഉത്തരമായി വരിക. ക്ലിയർ? ഇനി പാരീസ് ഉടമ്പടി വേറൊരു സ്ഥലത്ത് നമ്മൾ പഠിച്ചു എന്ന് പറഞ്ഞു. 1783 അമേരിക്കയ്ക്ക് ബ്രിട്ടൻ സ്വാതന്ത്ര്യം നൽകുന്നു. മാധ്യസ്ഥത വഹിച്ചത് ഫ്രാൻസിലെ ലൂയി 16. ഓക്കെ, അതുകൊണ്ട് നമ്മൾ അതിനെ എന്തെന്ന് വിളിച്ചു? പാരീസ് ഉടമ്പടി എന്ന് വിളിച്ചു. ഓക്കെ അല്ലേ? അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776 ജൂലൈ 4. അമേരിക്കൻ സൈന്യം, ജോർജ് വാഷിംഗ്ടന്റെ നേതൃത്വത്തിലുള്ള സൈന്യം ബ്രിട്ടീഷുകാരുടെ കോൺവാലിസിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ പരാജയപ്പെടുത്തിയത് എന്നാണ് 1781. ക്ലിയർ? യെസ്. അടുത്ത് പറയുന്നു ഇരട്ടറ ദുരന്തം. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആധിപത്യത്തിലേക്കുള്ള ആദ്യ ചവിട്ടുപടിയായി കണക്കാക്കുന്നത് ഇരട്ടറ ദുരന്തമായിരുന്നു. ഇരട്ടറ ദുരന്തം നടക്കുന്നത് ഇന്നത്തെ പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിൽ അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകാനുള്ള സാഹചര്യം നമുക്ക് ആദ്യം പരിശോധിക്കാം അല്ലെ. കിഴക്കേ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പണികഴിപ്പിച്ച ആദ്യത്തെ കോട്ടയാണ്
വില്യം കോട്ട 1702 കൽക്കട്ടയിൽ. നമ്മൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പഠിക്കുമ്പോൾ 1911 വരെ ബ്രിട്ടീഷുകാരുടെ തലസ്ഥാനമായി കണക്കാക്കുന്നത് ഇവിടെയായിരുന്നടാ, ഇന്നത്തെ പശ്ചിമ ബംഗാളിലെ കൽക്കട്ടയായിരുന്നു അല്ലെ. 1912 മുതലാണ് ഡൽഹി തലസ്ഥാനമായി സ്വീകരിക്കുന്നത്. അത് പ്രഖ്യാപിക്കുന്ന ജോർജ് അഞ്ചാമൻ രാജാവൊക്കെയാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കാം, ഒന്നുകിൽ അറിയില്ലെങ്കിൽ നമ്മൾ പിന്നീട് പഠിക്കും, വൈസ്രോയിമാരൊക്കെ പഠിക്കുമ്പോൾ. വി ഹാപ്പി ഓൾവേസ്. യെസ്. അപ്പോ കൽക്കട്ട ആയതുകൊണ്ട് തന്നെ ചിലപ്പോ നമ്മുടെ ചോദ്യങ്ങൾ കേട്ടിട്ട് തെറ്റിക്കാൻ സാധ്യതയുണ്ട്. PS അങ്ങനെ ചോദിച്ചിട്ടുമുണ്ട്. ചോദ്യം ഇതായിരുന്നു: ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ കോട്ട എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഫസ്റ്റ് ഓപ്ഷനിൽ PS എന്ത് തരും? കൽക്കട്ട തരും. നിങ്ങൾ എഴുതുവോ? എഴുതില്ല. കാരണം എന്താ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് ഉറപ്പിച്ചതാണ്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ കോട്ട എവിടെയാണ്? മദ്രാസിലാണ്, സെന്റ് ജോർജ് കോട്ടയാണ്. ഒരുപക്ഷെ അത് നമ്മൾ വ്യക്തമായി പഠിച്ചില്ലെങ്കിലോ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും? കൽക്കട്ട എന്ന് എഴുതും അല്ലേ. ഇവിടെ നോക്കിയേ, വില്യം കോട്ട കൽക്കട്ടയിൽ പണിയെടുപ്പിച്ചത് ഏത് വർഷമാണെന്ന് ഞാൻ പറഞ്ഞു. 1702 പറഞ്ഞു. 1702 വില്യം കോട്ട 1702. എന്നാൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യ കോട്ട മദ്രാസിൽ സെന്റ് ജോർജ് കോട്ട എന്നായിരുന്നു. 1644 അല്ലേ. യെസ്. അപ്പൊ ആദ്യ കോട്ട മദ്രാസിൽ തന്നെയല്ലേ? ആ. ഈ വില്യം കോട്ട ഇവിടെ പറയേണ്ട ആവശ്യം എന്താ? ആവശ്യമുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു അല്ലേ. കിഴക്കേ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കിഴക്കേ ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച കോട്ടയാണ്, സൈനിക താവളമാണ് ഇത്, കൽക്കട്ട വില്യം കോട്ട. വില്യം കോട്ട നമ്മൾ വേറെ എവിടെയോ പഠിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഓർമ്മ വരാൻ സാധ്യതയുണ്ട്. കേരള ചരിത്രം പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കുന്നുണ്ട് വില്യം കോട്ട. കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിലാണ് വില്യം കോട്ട സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂർ ജില്ലയിലെ വില്യം കോട്ട പണികഴിപ്പിച്ചത് ആരായിരുന്നു? ഡച്ചുകാരായിരുന്നു. അപ്പൊ കേരളത്തിൽ തൃശ്ശൂരില് വില്യം കോട്ട പണികഴിപ്പിച്ചത് ഡച്ചുകാരാണ്. കൽക്കട്ടയിൽ 1702 വില്യം കോട്ട പണികഴിപ്പിച്ചത് ബ്രിട്ടീഷുകാർ. കേട്ടോ. അപ്പോൾ ബംഗാളില് ബ്രിട്ടീഷുകാർ കച്ചവടത്തിനെത്തുന്നു. കച്ചവടക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി, കച്ചവടക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി സൈനികരെ കൊണ്ടുവരുന്നു. ആ സൈനികർക്ക് താമസിക്കാൻ എന്ത് ചെയ്തു? വില്യം കോട്ട പണികഴിപ്പിച്ചു. ഇത് ബംഗാളിൽ ആ സമയത്ത് രാജാവായിരുന്ന നവാബ്, രാജാവ് എന്ന വാക്കിന് ഉപയോഗിക്കുന്ന വാക്കാണ് കേട്ടോ നവാബ് സിറാജ് ഉദ്ദൗളയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. സ്വാഭാവികമല്ലേ? ഇപ്പൊ ഞാന് ഒരു രാജ്യത്തെ ഭരണാധികാരിയാണ്. മറ്റൊരു ശക്തി വന്ന് എന്റെ രാജ്യത്ത് നിന്ന് കൊള്ള ലാഭം കൊയ്യുന്നു എന്ന് മനസ്സിലാക്കിയാൽ ഞാൻ അവരെ എന്ത് ചെയ്യും? ഇവിടുന്ന് നാട് കടത്താൻ ശ്രമിക്കും, അല്ലെങ്കിൽ ഇവിടുന്ന് പുറത്താക്കാൻ ശ്രമിക്കും. സ്വാഭാവികമാണ്. അങ്ങനെ ബംഗാളിലെ നവാബായ സിറാജ് ഉദ്ദൗള കിഴക്കേ ഇന്ത്യയിൽ കച്ചവടം നടത്തുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ കച്ചവടക്കാർക്ക് സുരക്ഷ ഒരുക്കുന്ന ആരെ? വില്യം കോട്ടയെ, സൈനികരെ കീഴ്പ്പെടുത്താൻ നോക്കി. 1756 ബംഗാൾ നവാബ് സിറാജ് ഉദ്ദൗള വില്യം കോട്ട പിടിച്ചിറക്കി. എന്നിട്ട് എന്തെന്ന് പേരിട്ടു? അലിനഗർ എന്ന് പേരിട്ടു. അതായത് വില്യം കോട്ട ബ്രിട്ടീഷുകാരാണ് പണികഴിപ്പിച്ചത്. അത് നവാബ് സിറാജ് ഉദ്ദൗള കീഴടക്കിയിട്ട് അതിനെന്തെന്ന് പേര് നൽകി? അലിനഗർ എന്ന പേര് നൽകി. അപ്പോൾ വില്യം കോട്ട പിടിച്ചടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷ് സൈനികർ അതിനെ എതിർത്തിട്ടുണ്ടാവാം. കുറേയധികം പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടാവാം അല്ലെ. മറ്റു ചില സൈനികർ എന്ത് ചെയ്തിട്ടുണ്ടാവാം? തടവിലാക്കപ്പെട്ടിട്ടുണ്ടാവാം. സ്വാഭാവികമാണ്. യുദ്ധത്തിലും അങ്ങനെ തന്നെ സംഭവിക്കാറില്ലേ? യെസ്. അങ്ങനെ വില്യം കോട്ടയിലും കുറേയധികം സൈനികര് എന്ത് ചെയ്തു? സിറാജ് ഉദ്ദൗളയ്ക്ക് മുമ്പിൽ കീഴടങ്ങി. തടവുകാരായി പിടിക്കപ്പെട്ട ഈ ബ്രിട്ടീഷ് സൈനികരെ സിറാജ് ഉദ്ദൗള എന്ത് ചെയ്തെന്നറിയാമോ? കോട്ടയം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കുറ്റവാളികൾ താമസിക്കുന്ന ജയിലുകൾ ഉണ്ടാവും. ജയിൽ എന്ന് പറയുമ്പോൾ വളരെ വിസ്തൃതമാണ്, ചെറുതാണ്. ചെറിയൊരു ഇരുട്ട് മുറിയില്, ജയിലിന് സമാനമായ ഇരുട്ട് മുറികൾ കോട്ടയിലുണ്ട്. ആ കോട്ടയിലെ ഇരുട്ട് മുറിയില് തടവിലാക്കപ്പെട്ട 146 ബ്രിട്ടീഷ് സൈനികരെ അടക്കിയാണ്. ഈ ഇരുട്ടറ എന്ന് പറയുമ്പോൾ വെളിച്ചമൊന്നും കയറില്ല. അതോടൊപ്പം വളരെ ചുരുക്കം എയർ സർക്കുലേഷൻ ഉണ്ടായാൽ ചിലപ്പോൾ ഉണ്ടാകാം. പക്ഷേ അതിന്റെ ദുരന്ത വ്യാപ്തി എന്തെന്ന് ചോദിച്ചാൽ, ഈ 146 പേരെ അടച്ചത് വെറും 18 അടി നീളവും 13 അടി വീതിയുമുള്ള ഒരു ചെറിയ റൂമാണ്. നമ്മുടെ സാധാരണ വീട്ടിലെ ചെറിയ റൂമിൽ, സാധാരണ ഇതിൽ വീട്ടിലൊക്കെ 10 റൂമൊക്കെ ആയിരിക്കാം. 10 അടി നീളവും 10 അടി വീതിയും. അതുപോലെ 2 റൂമിന്റെ സൈസ് ഒന്ന് ഗസ് ചെയ്ത് നോക്കി.
വീട്ടിലെ സാധാരണഗതിയിൽ ഒരു സാധാരണ വീട്ടിൽ 2 റൂമിന്റെ അളവെന്താണോ, ആ റൂമിൽ 146 പേരെ എന്ത് ചെയ്തു? അടച്ചിട്ടു. സ്വാഭാവികമായിട്ട് ശ്വസിക്കാൻ അവർക്ക് ബുദ്ധിമുട്ട് വരും. ശ്വസനത്തിന് ബുദ്ധിമുട്ട് നേരിടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നെന്ന് പോലും നമുക്ക് അറിയത്തില്ല. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരാൾ വെള്ളത്തിൽ വീണെന്ന് കരുതുക. വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പ്രാണവായുവിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യാം? എന്ത് പരാക്രമം വേണമെങ്കിലും കാണിക്കാം. അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ പറയാ ആരെങ്കിലും വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ മുടിയിൽ പിടിച്ച് വേണം വലിക്കാൻ. കയ്യിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? നമ്മളെയും കൊണ്ട് വലിച്ച് വെള്ളത്തിലിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശ്വാസം കിട്ടാത്ത സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ മറ്റുള്ളവരെ പിടിച്ച് മാന്താം, ഉപദ്രവിക്കാം. അത് മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, ശ്വാസം കിട്ടാണ്ട് വെപ്രാളത്തിൽ ചെയ്യുന്നത്. അങ്ങനെ 146 പേരെ അടച്ചപ്പോൾ ശ്വാസം കിട്ടാതായി 123 പേര് അവിടെ തന്നെ മരിച്ചു. ഈ മരിച്ചത് ക്രൂരമായിരുന്നു. കാരണം ശ്വാസം കിട്ടാതെ മരിച്ചു, സൈലന്റായി മരിക്കുന്നതല്ലല്ലോ, പരസ്പരം ആക്രമിക്കുന്നു. ഇതേ ഒരു ദാരുണ സംഭവം കേരളത്തിലും ഉണ്ടായിട്ടുണ്ട് അല്ലേ? വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡിയും ഈ റിട്ടർ ദുരന്തത്തിന് സമാനമാണ്. അവിടെ ശ്വാസം മുട്ടി മരിക്കുന്നു എന്ന് പറയുമ്പോൾ പരസ്പരം ആക്രമിച്ച് കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോ ഈ സിറാജ് ഉദ്ദൗള ഇങ്ങനെ 146 ബ്രിട്ടീഷ് സൈനികരെ റൂമിലടച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. സിറാജ് ഉദ്ദൗളയുടെ സർവ്വസൈന്യാധിപനായ മിർ ജാഫർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അദ്ദേഹം ഒരു സൈന്യാധിപനാണ്. സൈനികരെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്, കീഴടങ്ങിയ സൈനികരെ ഉപദ്രവിക്കുന്നത് ശരിയല്ല എന്നൊരു ചിന്തയാണ് ആർക്കുണ്ടായിരുന്നത്? മിർ ജാഫർക്ക് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ കൽക്കട്ടയിലെ വില്യം കോട്ട് പിടിച്ചുലക്കിയപ്പോഴുണ്ടായ ദുരന്തമാണെന്ന് പേരിൽ അറിയപ്പെടുക ഇരുട്ടറ ദുരന്തം. 146 ബ്രിട്ടീഷ് തടവുകാരെ എന്ത് ചെയ്തു? ഇരുട്ടുമുറിയിൽ അടച്ചു. അതിൽ 123 പേര് ശ്വാസം മുട്ടി മരണപ്പെടുകയും ചെയ്തു. ഇതാണ് പ്രസിദ്ധമായ ബ്ലാക്ക് ഹോൾ ട്രാജഡി അഥവാ ഇരുട്ടറ ദുരന്തം എന്ന പേരിൽ അറിയപ്പെടുക. അപ്പോൾ 2 കാര്യങ്ങൾ സിറാജ് ഉദ്ദൗള ചെയ്തു. 1756 വില്യം കോട്ട പിടിച്ചടക്കി അലിനഗർ എന്ന പേര് നൽകി. കീഴടങ്ങിയ ബ്രിട്ടീഷ് സൈനികരെ ചെറിയ റൂമിൽ അടച്ചിട്ട് 123 പേരെ ശ്വാസം മുട്ടി കൊല്ലപ്പെടുവാൻ അല്ലെങ്കിൽ മരണപ്പെടുവാൻ കാരണമായി തീരുകയും ചെയ്തു. അപ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും? കൈയും കെട്ടി നോക്കിയിരിക്കും? ഇല്ല. ബ്രിട്ടീഷുകാര് നമ്മൾ തൊട്ടു മുമ്പ് പഠിച്ചു, കർണാടക യുദ്ധത്തിൽ, 1ാം കർണാടക യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെട്ടപ്പോൾ ഇന്ത്യയിലേക്ക് ആരെ വിളിച്ചു വരുത്തി? ഒരു പ്രസിദ്ധനായ ബ്രിട്ടീഷ് സൈന്യാധിപനായ റോബർട്ട് ക്ലൈവിനെ വിളിച്ചു വരുത്തി. ഇവിടെയും അതിന് സംഭവിച്ചു. 2ാം കർണാടക യുദ്ധത്തിൽ ഫ്രഞ്ചുകാരെ പരാജയപ്പെടുത്തിയ റോബർട്ട് ക്ലൈവിനെ ബ്രിട്ടീഷുകാർ എങ്ങോട്ട് നിയോഗിക്കുന്നു? ബംഗാളിലേക്ക് നിയോഗിക്കുന്നു 1757. അങ്ങനെ 1757 റോബർട്ട് ക്ലൈവ് ബംഗാളിൽ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ചുമതല ഏറ്റെടുക്കുകയും ഇരുട്ടറ ദുരന്തത്തിന് പകരം വീട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മുടെ പശ്ചിമ ബംഗാളിലെ പലാസി ഗ്രാമത്തിൽ വെച്ച് സിറാജ് ഉദ്ദൗളവുമായി എന്ത് ചെയ്യുന്നു? യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ഈ പലാസി എന്ന ഗ്രാമത്തിൽ വെച്ച് നടന്ന യുദ്ധമാണ്. പക്ഷെ ബ്രിട്ടീഷ് രേഖകളിൽ അവർ എഴുതിയപ്പോൾ എന്തായി? പ്ലാസി ആയിപ്പോയി കേട്ടോ. അപ്പോ പശ്ചിമ ബംഗാളിലെ ഭഗീരഥി ഹുഗ്ലി നദീതീരമായ പലാസി ഗ്രാമത്തിൽ വെച്ച് നടന്ന യുദ്ധമാണ് എന്ത് പേരിൽ അറിയപ്പെടുക? പ്ലാസി യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുക. പ്ലാസി യുദ്ധത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എന്താണ്ടാ? ഇരുട്ടറ ദുരന്തം അഥവാ ബ്ലാക്ക് ഹോൾ ട്രാജഡിയാണ്. പ്ലാസി യുദ്ധത്തിൽ 1757 ജൂൺ മാസം 23-ാം തീയതി ആര് പരാജയപ്പെട്ടു? സിറാജ് ഉദ്ദൗള പരാജയപ്പെട്ടു. അപ്പൊ സിറാജ് ഉദ്ദൗളയും ബ്രിട്ടീഷ് സൈന്യാധിപനായ റോബർട്ട് ക്ലൈവും തമ്മിലാണ് പ്ലാസി യുദ്ധം നടക്കുക. സിറാജ് ഉദ്ദൗളയും അദ്ദേഹത്തെ ഫ്രഞ്ച് സൈന്യം കൂടെ സഹായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു ഫ്രഞ്ച് സൈന്യം കൂടെ സിറാജ് ഉദ്ദൗളയെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ആ സൈന്യത്തെയും സിറാജ് ഉദ്ദൗളയുടെ സൈന്യത്തെയും ആര് പരാജയപ്പെടുത്തി? റോബർട്ട് ക്ലൈവ് പരാജയപ്പെടുത്തി. ഇതിനിടയിൽ വേറൊരു ടെസ്റ്റ് കൂടെയുണ്ട്. സിറാജ് ഉദ്ദൗളയോട് ഈ ഇരുട്ടറ ദുരന്തത്തിന്റെ പേരിൽ എതിരഭിപ്രായം ഉണ്ടായിരുന്ന മിർ ജാഫറിനെ ആര് വരുതിയിലാക്കി? റോബർട്ട് ക്ലൈവ്. സിറാജ് ഉദ്ദൗളയെ പരാജയപ്പെടുത്താൻ മിർ ജാഫർ കൂടെ ഉണ്ടായാൽ മിർ ജാഫറെ പരാജയപ്പെടുത്തിയതിന് ശേഷം ബംഗാളിന്റെ നവാബായി മിർ ജാഫറിനെ നിയമിക്കാമെന്ന് ആര് വാഗ്ദാനം ചെയ്തു? റോബർട്ട് ക്ലൈവ് വാഗ്ദാനം ചെയ്തു. അങ്ങനെ ഭൂരിഭാഗം വരുന്ന മിർ ജാഫറിന്റെ കീഴിലുള്ള സൈന്യം എന്ത് ചെയ്തില്ല? ഈ പ്ലാസി യുദ്ധത്തിൽ പങ്കെടുത്തില്ല. അത് തന്നെയാണ് റോബർട്ട് ക്ലൈവിന്റെ വിജയത്തിൽ പ്രധാന പങ്ക് വഹിച്ചത്. ഓക്കെ. അപ്പൊ സിറാജ് ഉദ്ദൗളയും റോബർട്ട് ക്ലൈവും തമ്മിൽ ഏറ്റുമുട്ടിയെങ്കിലും സിറാജ് ഉദ്ദൗളയെ സഹായിക്കാൻ ആരെത്തിച്ചേർന്നു? ഫ്രഞ്ച് സേന എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ആ ഫ്രഞ്ച് സേനയും സിറാജ് ഉദ്ദൗളയുടെ സൈന്യത്തെയും ആരെ പരാജയപ്പെടുത്തി? റോബർട്ട് ക്ലൈവ്. യുദ്ധത്തിൽ ആര് വിട്ടുനിന്നു?
സിറാജുദ്ദൗള സർവ്വസൈന്യാധിപനായ മിർജാഫറിന്റെ കീഴിലുള്ള സൈന്യം വിട്ടുനിന്നു. അതാണ് റോബർട്ട് ക്ലൈവിന്റെ വിജയം എളുപ്പമാക്കി മാറ്റുക. ഓക്കെ അല്ലേ? അപ്പൊ പ്ലാസി യുദ്ധം എന്നായിരുന്നു നടന്നേ? 1757 ജൂൺ 23-ന് ആര് വിജയിച്ചു? ബ്രിട്ടീഷുകാർ വിജയിച്ചു. പ്ലാസി യുദ്ധത്തിന്റെ പ്രധാന കാരണം ഇരിട്ടറ ദുരന്തം. ഭഗീരഥി ഹുഗ്ലി നദീതീരമായ പശ്ചിമ ബംഗാളിലെ പലാശി ഗ്രാമത്തിൽ വെച്ചാണ് യുദ്ധം നടക്കുക. സിറാജുദ്ദൗളയും റോബർട്ട് ക്ലൈവും തമ്മിൽ. സിറാജുദ്ദൗളയും അദ്ദേഹത്തെ സഹായിക്കാൻ എത്തിച്ചേർന്ന ഫ്രഞ്ച് സൈന്യം എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. സിറാജുദ്ദൗളയുടെ സർവ്വസൈന്യാധിപനായ മിർജാഫർ ബ്രിട്ടീഷ് പക്ഷത്തേക്ക് കൂറുമാറിയതാണ് ഇതിന് കാരണമായി തീർന്നത്? ഈ പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിക്കാൻ കാരണമായി തീർന്നത് പറയാം അല്ലെ? ആരാ കൂറു മാറ്റിയേ? റോബർട്ട് ക്ലൈവ് അല്ലേ? അതുകൊണ്ട് മിർജാഫറിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ക്ലൈവിന്റെ കുറുക്കൻ എന്ന് വിളിക്കും. അപ്പൊ ക്ലൈവിന്റെ അല്ലെങ്കിൽ റോബർട്ട് ക്ലൈവിന്റെ കുറുക്കൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മിർജാഫറാണ്. ഓക്കെ അല്ലേ? യുദ്ധാനന്തരം മിർജാഫറിനെ നമ്മുടെ റോബർട്ട് ക്ലൈവ് വാഗ്ദാനം ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്തു? ബംഗാളിന്റെ നവാബായി നിയമിച്ചു. പ്ലാസി യുദ്ധത്തിന് ശേഷം സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തിയല്ലോ. അതിനുശേഷം ബംഗാൾ നവാബായി ആരെ നിയമിക്കുകയാണ്? മിർജാഫറിനെ നിയമിക്കുകയാണ്. ഈ യുദ്ധത്തോടുകൂടി ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ഭരണത്തിന് തുടക്കം കുറിച്ചു എന്ന് പറയാം. ബ്രിട്ടീഷുകാർ നേരിട്ട് അവിടെ ഭരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ബ്രിട്ടീഷുകാരുടെ നിർദ്ദേശപ്രകാരം ആര് ഭരിക്കും? മിർജാഫർ ഭരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ തന്നെയാണ് ആത്യന്തികമായി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അല്ലെ? അപ്പൊ ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ഭരണത്തിന് അടിത്തറ പാകിയ അല്ലെങ്കിൽ തുടക്കം കുറിക്കാൻ കാരണമായ യുദ്ധമെന്ന് ചോദിച്ചാൽ എന്ത് പറയാം? പ്ലാസി യുദ്ധം എന്ന് പറയാം. ഓക്കെ, മറക്കില്ലല്ലോ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? ഇരിട്ടറ ദുരന്തവും പ്ലാസി യുദ്ധവും. ഇരിട്ടറ ദുരന്തം. കിഴക്കേ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പണിയെടുപ്പിച്ച ആദ്യ കോട്ടയാണ് ഇത് വില്യം കോട്ട, കൽക്കട്ടയിൽ 1702. 1756 ബംഗാൾ നവാബായ സിറാജുദ്ദൗള വില്യം കോട്ട പിടിച്ചടക്കുകയും എന്തെന്ന് പേര് നൽകുകയും ചെയ്തു? അലിനഗർ എന്ന പേര് നൽകുകയും ചെയ്തു. കൽക്കട്ടയിലെ വില്യം കോട്ട പിടിച്ചടക്കിയപ്പോഴുണ്ടായ ദുരന്തമാണ് ഇരിട്ടറ ദുരന്തം. സിറാജുദ്ദൗള കീഴടങ്ങിയ 146 ബ്രിട്ടീഷ് സൈനികരെ തടവിലാക്കി ഇരുട്ടുമുറിക്കിലടച്ചു. അതിൽ 123 പേര് ദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്തു. ഇതിന് പകരം വീട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സൈനിക മേധാവിയായ റോബർട്ട് ക്ലൈവിനെ കൊണ്ടുവരുന്നു. അദ്ദേഹമാണ് എന്ത് ചെയ്യുക? ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പ്ലാസി യുദ്ധത്തിൽ സിറാജുദ്ദൗളയോട് ഏറ്റുമുട്ടുക. അപ്പൊ പ്ലാസി യുദ്ധത്തിന് പ്രധാന കാരണം എന്താ? ഇരിട്ടറ ദുരന്തം. പ്ലാസി യുദ്ധം എന്നായിരുന്നു? 1757 ജൂൺ 23 ഭഗീരഥി ഹുഗ്ലി നദീതീരമായ പശ്ചിമ ബംഗാളിലെ പലാശി ഗ്രാമത്തിലാണ്. ഈ പലാശിയെ ബ്രിട്ടീഷുകാരെ പറഞ്ഞുണ്ടാക്കി പ്ലാസിയാക്കി മാറ്റി. സിറാജുദ്ദൗളയെ റോബർട്ട് ക്ലൈവ് പരാജയപ്പെടുത്തുന്നു അല്ലെ? സിറാജുദ്ദൗളയെ സഹായിക്കാൻ എത്തിച്ചേർന്ന ഫ്രഞ്ച് സേനയും എന്ത് ചെയ്തു? പ്ലാസി യുദ്ധത്തിൽ പരാജയപ്പെട്ടു. സിറാജുദ്ദൗളയുടെ സർവ്വസൈന്യാധിപനായ മിർജാഫർ എന്ത് ചെയ്തു? നമ്മുടെ റോബർട്ട് ക്ലൈവിന്റെ വാഗ്ദാനം അനുസരിച്ച് എന്ത് ചെയ്തു? യുദ്ധത്തിൽ നിന്ന് പിന്നിട്ട് നിന്നു. അതുമാണ് പ്രധാനമായും ആര് വിജയിക്കാനുള്ള കാരണം? ക്ലൈവ് വിജയിക്കാനുള്ള കാരണം. അതുകൊണ്ട് മിർജാഫറെ ക്ലൈവിന്റെ കുറുക്കൻ എന്നാണ് വിശേഷിപ്പിക്കുക. വാഗ്ദാനം ചെയ്തതുപോലെ തന്നെ മിർജാഫറെ യുദ്ധാനന്തരം ബംഗാൾ നവാബായി ആരവരോധിച്ചു? റോബർട്ട് ക്ലൈവ് അവരോധിച്ചു. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ, പ്ലാസി യുദ്ധം തന്നെ. അങ്ങനെ കുറെ വർഷങ്ങൾ കഴിഞ്ഞു. കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോ മിർജാഫർ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാര് തന്റെ കാര്യത്തിൽ ഇടപെടുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാതായി തീർന്നു. അങ്ങനെ ബ്രിട്ടീഷുകാർ തന്നെ മിർജാഫറിനെ ബംഗാളിലെ നവാബ് സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം ആരെ നിയമിച്ചു? മിർ കാസിമിനെ നിയമിച്ചു. കേട്ടോ, മിർ ജാഫറിന് പകരം ആരെ നിയമിച്ചു? മിർ കാസിമിനെ ബ്രിട്ടീഷുകാരെ ഇടപെട്ടുകൊണ്ട് നിയമിക്കുകയാണ് ചെയ്യുക. അടുത്ത നമുക്ക് പഠിക്കാം ബക്സാർ യുദ്ധം. ഗംഗാ നദീതീര പട്ടണമായ ബീഹാറിലെ ബക്സാർ എന്ന സ്ഥലത്ത് വെച്ച് നടന്ന യുദ്ധമാണെന്ത്? ബക്സാർ യുദ്ധം. ബക്സാർ യുദ്ധം നടക്കുന്നത് 1764 ഒക്ടോബർ 22. ഞാൻ നിങ്ങളോട് പറഞ്ഞു 1757 പ്ലാസി യുദ്ധത്തിന് ശേഷം ബംഗാൾ നവാബായി ആരെ നിയമിച്ചു? മിർജാഫറിനെ നിയമിച്ചു. മിർജാഫർ ബ്രിട്ടീഷുകാരുടെ ആധിപത്യം ഇഷ്ടപ്പെടാതെ വന്നപ്പോ ബ്രിട്ടീഷുകാർ തന്നെ മിർജാഫറിനെ മാറ്റി ആരെ നിയമിച്ചു? മിർ കാസിമിനെ നിയമിച്ചു. ഓക്കെ, ഈ മിർ കാസിം ആദ്യം ബ്രിട്ടീഷുകാരുടെ ചൊൽപ്പടിക്ക് നിന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ബ്രിട്ടീഷുകാര് അനാവശ്യമായി ഭരണത്തിൽ ഇടപെടുന്നു, അത് ശരിയല്ലല്ലോ എന്നൊരു തോന്നലുണ്ടായി. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? അയൽ രാജ്യത്തെ ഭരണാധികാരികളെ എന്ത് ചെയ്തു? സഹായത്തിനായി എന്ത് ചെയ്തു? അവരോട് സഹായം ചോദിച്ചു. അങ്ങനെ മുഗൾ ഭരണാധികാരി ഇദ്ദേഹത്തെ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. ആ സമയത്ത് മുഗൾ ചക്രവർത്തി എന്ന് പറയുന്നത് ഷാ ആലം രണ്ടാമനായിരുന്നു. ഓക്കെ, ഷാ ആലം രണ്ടാമൻ. പിന്നെ
ഔദ് എന്ന രാജ്യത്തെ ഭരണാധികാരി ഔദിലെ നവാബായ പൂജ ഉദ്ദൗള. ഓക്കെ, അപ്പോ മിർ ഖാസിം എന്ത് ചെയ്തു? ഔദിലെ നവാബായ പൂജ ഉദ്ദൗളയുടെയും മുഗൾ ചക്രവർത്തിയായ ഷാ ആലം രണ്ടാമന്റെയും സഹായത്തോടുകൂടി സൈനികരെയൊക്കെ കൂട്ടിയോജിപ്പിച്ച് ബ്രിട്ടീഷുകാരെ ആക്രമിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ബ്രിട്ടീഷുകാരെ ആക്രമിക്കാൻ വേണ്ടി ഈ സഖ്യ ശക്തികൾ ആരൊക്കെ? മിർ ഖാസിം, പൂജ ഉദ്ദൗള, ഷാ ആലം രണ്ടാമൻ എന്നിവർ ചേർന്ന് നടത്തിയ യുദ്ധമാണ് എന്ത് പേരിൽ അറിയപ്പെടുക? ബക്സാർ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുക. പക്ഷെ എന്ത് ചെയ്യാം, ഈ സഖ്യകക്ഷികൾ ആര് പരാജയപ്പെടുത്തി? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പരാജയപ്പെടുത്തി. അതാണ് ബക്സാർ യുദ്ധം എന്ന് പറയാം. അപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പ്രാദേശിക സഖ്യ കക്ഷികൾ നടത്തിയ യുദ്ധമാണെന്ത്? ബക്സാർ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുക. പ്രാദേശിക സഖ്യകക്ഷികൾ. ആ സമയത്തെ ബ്രിട്ടീഷിലെ ബംഗാൾ ഗവർണർ എന്ന് പറയുന്നത് ഹെൻറി വാൻ സിറ്റാഡ് ആയിരുന്നു. ഹെൻറി വാൻ സിറ്റാഡ് ആയിരുന്നു. ഗവർണർ എന്ന് പറയുമ്പോൾ ഔദ്യോഗികമായി ഗവർണർ അല്ല, മറിച്ച് നികുതി പിരിവിനുള്ള അധികാരമുള്ള ഗവർണർ എന്ന് കേട്ടോ. അപ്പോൾ ബ്രിട്ടീഷ് ബംഗാൾ ഗവർണർ എന്ന് പറയുന്നത് ആരായിരുന്നു? ഹെൻറി വാൻ സിറ്റാഡ് ആയിരുന്നു. ഗവർണറുടെ താൽക്കാലിക ചുമതല. കാരണം ഒരു ഗവർണർ എന്ന് പറയുന്ന പദവി എന്ന് പറയുന്നത് ഇന്നത്തെ ജില്ലാ കളക്ടറുടെ തുല്യ പദവിയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇന്നത്തെ ജില്ലാ കളക്ടറുടെ തുല്യ പദവിയാണ് പണ്ട് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ എന്ന പദവി. പക്ഷേ അവിടെയും ഒരു കാര്യമുണ്ട്. പൂർണ്ണമായും ബ്രിട്ടീഷ് അധീന പ്രദേശത്ത് മാത്രമേ ആരെ നിയമിക്കാറുള്ളൂ? ഗവർണറെ നിയമിക്കാറുള്ളൂ. പൂർണ്ണമായും ബ്രിട്ടീഷ് അധീന പ്രദേശത്ത് മാത്രമേ ആരെ നിയമിക്കാറുള്ളൂ? ഗവർണറെ നിയമിക്കാറുള്ളൂ. എന്നാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ബംഗാൾ നവാബായ സിറാജ് ഉദ്ദൗളയെ പ്ലാസി യുദ്ധത്തിന് ശേഷം സ്ഥാനഭ്രഷ്ടനാക്കിയല്ലോ. അത് കഴിഞ്ഞിട്ട് ആരെ നിയമിച്ചു? മിർ ജാഫറെ നിയമിച്ചു. ആ മിർ ജാഫറിനെ നിയമിക്കുമ്പോൾ അദ്ദേഹത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യം റോബർട്ട് ക്ലൈവിനെ നിയമിച്ചു. റോബർട്ട് ക്ലൈവിന് ശേഷം ആ സ്ഥാനത്ത് വന്നത് ആരാണ്? ഹെൻറി വാൻ സിറ്റാഡ് ആണ്. അതുകൊണ്ട് നമ്മൾ ഗവർണർ എന്ന് പറയും എങ്കിലും യഥാർത്ഥത്തിൽ ഗവർണർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നും പറയേണ്ടി വരും. കാരണം പൂർണ്ണമായി ആധിപത്യമുള്ള പ്രദേശങ്ങളിൽ മാത്രമാണ് ഗവർണറെ നിയമിക്കുക. അത്തരത്തിൽ പൂർണ്ണാധികാരമുള്ള ഗവർണർ നിയമിക്കപ്പെടുന്നത് ബംഗാളിൽ 1765-ലാണ്. ഞാൻ തൊട്ടടുത്തുടനെ പറഞ്ഞുതരാം കേട്ടോ. മുമ്പ് ബക്സാർ യുദ്ധം ഗംഗാ നദീതീര പട്ടണമായ ബീഹാറിലെ ബക്സാറിൽ വെച്ച് നടന്ന യുദ്ധമാണ്. 1764 ഒക്ടോബർ 22 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പ്രാദേശിക സഖ്യകക്ഷികൾ നടത്തിയ യുദ്ധമായിരുന്നു. ആ സമയത്തെ ബംഗാളിലെ ബ്രിട്ടീഷ് ഗവർണർ ഹെൻറി വാൻ സിറ്റാഡ് ആയിരുന്നു. എതിർപക്ഷത്ത് അല്ലെങ്കിൽ സഖ്യകക്ഷികൾ ആരൊക്കെയായിരുന്നു? ബംഗാൾ നവാബായ മിർ ഖാസിം. മിർ ജാഫറിനെ മാറ്റിയിട്ട് മിർ ഖാസിമിനെ നിയമിച്ചത് ഞാൻ പറഞ്ഞില്ലേ, ആ മിർ ഖാസിം. പിന്നെ ഔദിലെ നവാബായ പൂജ ഉദ്ദൗള. പിന്നെ മുഗൾ ചക്രവർത്തിയായ ഷാ ആലം രണ്ടാമൻ. ഓക്കെ, ഷാ ആലം രണ്ടാമൻ. ബ്രിട്ടീഷുകാർ ഏകപക്ഷീയമായ വിജയം കരസ്ഥമാക്കി. ഈ 3 പേരുണ്ടെങ്കിലും എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ അതിശക്തമായി ആരെ അടിച്ചമർത്തി എന്ന് പറയാം? ഈ 3 സഖ്യകക്ഷികളെയും അടിച്ചമർത്തി എന്ന് പറയാം. ബ്രിട്ടീഷുകാർ ഏകപക്ഷീയമായ വിജയം കരസ്ഥമാക്കി. പിന്നെ ബ്രിട്ടീഷുകാരനെ വിചാരിച്ചു ബ്രിട്ടീഷുകാരുടെ പ്രതിനിധിയായി ഇന്ത്യക്കാരെ ഭരണത്തിൽ നിയോഗിച്ചാൽ എന്ത് സംഭവിക്കും? ഇവരെന്ത് വേണമെങ്കിലും കാലുമാറാം. അതിന് ഉദാഹരണമാണ് ആരൊക്കെ? മിർ ജാഫറും മിർ ഖാസിമും. വെറുതെ ഇവര് എന്ത് ചെയ്യാം? ബ്രിട്ടീഷുകാർക്ക് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് പ്രതിനിധി എന്ന രീതിയിൽ എന്ത് ചെയ്യണ്ട, ഇനി ആരെയും ഭരണത്തിൽ ഉൾപ്പെടുത്തണ്ട, നമുക്ക് നേരിട്ടങ്ങ് ഭരിക്കാം എന്ന് തീരുമാനിച്ചു. ആ തീരുമാനത്തെയാണ് നമ്മൾ ബക്സാർ യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട വസ്തുതയായിട്ട് പരാമർശിക്കുക. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്ക് ഭാഗത്ത് ബ്രിട്ടീഷ് ഭരണത്തിന് തുടക്കം കുറിക്കപ്പെട്ട യുദ്ധമാണ്. ബ്രിട്ടീഷ് ഭരണത്തിന് തുടക്കം കുറിക്കപ്പെട്ട യുദ്ധമായിരുന്നു എന്ത്? ബക്സാർ യുദ്ധം. ബക്സാർ യുദ്ധത്തോടുകൂടി ബ്രിട്ടീഷ് മേധാവിത്വം സുസ്ഥിരമാക്കി മാറ്റി, ഉറപ്പിച്ചു എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്ക് ഭാഗത്ത് ബ്രിട്ടീഷ് ഭരണത്തിന് തുടക്കം കുറിച്ചു, ബ്രിട്ടീഷ് മേധാവിത്വം സുസ്ഥിരമാക്കിയ യുദ്ധം എന്ന് പറയുന്നത് ബക്സാർ യുദ്ധമാണ്. വീണ്ടും ഞാൻ സൂചിപ്പിക്കുന്നു, പ്ലാസി യുദ്ധത്തിന് ശേഷം ബംഗാളിലെ നവാബായ സിറാജ് ഉദ്ദൗളയ്ക്ക് പകരം ആരെ നിയമിച്ചു? മിർ ജാഫറിനെ നിയമിച്ചു. ബ്രിട്ടീഷുകാരെ നിർദ്ദേശം കൊടുക്കും, അതനുസരിച്ച് ഭരിക്കണം. മിർ ജാഫർ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ആരെ നിയമിച്ചു? മിർ ഖാസിമിനെ നിയമിച്ചു. മിർ ഖാസിം 2 അയൽ രാജ്യങ്ങളുമായി സഹകരിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. അതാണ് ബക്സാർ യുദ്ധം. ബക്സാർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചപ്പോൾ തീരുമാനിച്ചു, ഇനിമേൽ തങ്ങളുടെ പ്രതിനിധിയായി ആരും ഭരിക്കണ്ട, നമുക്ക് നേരിട്ട് അങ്ങ് ഭരിക്കാം. അതുകൊണ്ട് ബ്രിട്ടീഷ് മേധാവിത്വം ഉറപ്പാക്കിയ യുദ്ധം ഏതെന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയാം? യെസ്, ബക്സാർ യുദ്ധം എന്ന് പറയാം.
ഈ ബക്സാർ യുദ്ധത്തിന് ശേഷം ഈ പരാജയപ്പെട്ട രാജ്യങ്ങളുണ്ടല്ലോ, അവർക്ക് മിർ കാസിം എന്ന് പറയുമ്പോൾ ബംഗാളിലെ നവാബായിരുന്നു. അതിന് വേറെ റോളൊന്നുമില്ല. അദ്ദേഹം സ്ഥാനം വിട്ട് ഒഴിയേണ്ടി വന്നു. പിന്നെ ഔദിലെ രാജാവുണ്ട്, ആരാ? പൂജ ഉദ്ദൗള, അദ്ദേഹം പരാജയപ്പെട്ടല്ലോ. മുഗൾ ചക്രവർത്തി ഷാലം രണ്ടാമൻ, അദ്ദേഹം പരാജയപ്പെട്ടല്ലോ. അപ്പൊ ഈ പരാജയപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? നഷ്ടപരിഹാരം ചോദിച്ചു. കൊടുക്കാതിരിക്കാൻ വയ്യ, അല്ലെങ്കിൽ എന്ത് ചെയ്യും? രാജ്യം തന്നെ അവർക്ക് നഷ്ടപ്പെട്ടേക്കാം. ഈ ഒരു സാഹചര്യം വന്നപ്പോ മുഗൾ ചക്രവർത്തിയായ ഷാലം രണ്ടാമൻ അദ്ദേഹത്തിന്റെ കീഴിലുണ്ടായിരുന്ന കുറെ ഭൂപ്രദേശങ്ങളിൽ നികുതി പിരിക്കാനുള്ള അധികാരം ആർക്ക് കൊടുത്തു? ബ്രിട്ടീഷുകാർ. നികുതി പിരിക്കാനുള്ള അധികാരം എന്ന് പറയും പൂർണ്ണമായും ബ്രിട്ടീഷ് ഉടമസ്ഥതയിലാക്കി ഭൂമി മാറ്റി. ആ ഉടമ്പടിയാണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കുക? അലഹാബാദ് ഉടമ്പടി എന്ന് വിളിക്കുക. അലഹാബാദ് ഉടമ്പടി ഒപ്പുവെച്ചത് 1765. മുഗൾ ഭരണാധികാരിയായ ഷാ ആലം രണ്ടാമൻ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ബ്രിട്ടീഷ് സൈന്യാധിപനായ റോബർട്ട് ക്ലൈവുമായി ബന്ധിപ്പിച്ച് ഒപ്പുവെക്കുന്ന ഉടമ്പടിയാണെന്ത്? അലഹാബാദ് ഉടമ്പടി. ഈ ഉടമ്പടിയിൽ ഷാ ആലം രണ്ടാമൻ എന്ത് ചെയ്തു? ബംഗാൾ, ബീഹാർ, ഒഡീഷ എന്നിവിടങ്ങളിലെ നികുതി പിരിക്കാനുള്ള അവകാശം ആർക്ക് കൊടുക്കുന്നു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുക്കുന്നു. അവിടെ ബ്രിട്ടീഷുകാരുടെ പ്രതിനിധി അല്ല, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേരിട്ടാണ് എന്ത് ചെയ്യുക? നികുതി പിരിക്കുന്നത്. ഈ ഭൂപ്രദേശങ്ങൾ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പൂർണ്ണമായും ബ്രിട്ടീഷ് അധീന പ്രദേശമായിട്ട് മാറി. ഓക്കെ, ഈ അധികാരത്തെ നമ്മൾ എന്തെന്ന് വിളിക്കും? ദിവാനി അധികാരം എന്ന് വിളിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാല് സ്വതന്ത്രമായി ബ്രിട്ടീഷ് പരമാധികാരം അംഗീകരിച്ചിട്ടുള്ള ഇന്ത്യയിലെ ആദ്യ ഭൂപ്രദേശം എന്ന് പറയുന്നത് ബംഗാൾ, ബീഹാർ, ഒഡീഷ പ്രദേശങ്ങളാണ് എന്ന് പറയാം. അതായത് ബ്രിട്ടീഷുകാർ ഭരിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി കീഴ്പ്പെടുത്തിയ ഭൂപ്രദേശങ്ങൾ അല്ലെങ്കിൽ നേടിയെടുത്ത ഭൂപ്രദേശങ്ങളാണെന്ത്? ബംഗാൾ, ബീഹാർ, ഒഡീഷ എന്നീ ഭൂപ്രദേശങ്ങൾ. അപ്പോൾ അവിടെ ഭരിക്കുന്നതിന് വേണ്ടിയിട്ട് ആരെ നിയോഗിക്കുന്നു? അലഹാബാദ് ഉടമ്പടിയിൽ ഒപ്പുവെച്ച റോബർട്ട് ക്ലൈവിനെ നിയോഗിക്കുകയാണ്. അതുകൊണ്ട് ഔദ്യോഗികമായി ബംഗാളിന്റെ ആദ്യ ഗവർണറായി കണക്കാക്കുന്നത് റോബർട്ട് ക്ലൈവിനെയാണ്. അപ്പൊ റോബർട്ട് ക്ലൈവിനെ എന്നാണ് ബംഗാളിലെ ഗവർണറായി നിയമിക്കുക എന്ന് ചോദിച്ചാൽ അലഹാബാദ് ഉടമ്പടി പ്രകാരം, അഥവാ ദിവാനി അധികാരം ലഭിച്ചതിന് ശേഷം. ഏത് വർഷം? 1765. 1765 മുതൽ 1767 വരെയും അദ്ദേഹം ബംഗാളിന്റെ ഗവർണറായി അധികാരത്തിലുണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ തുടർന്ന് അങ്ങോട്ട് പഠിക്കും. അപ്പോൾ അലഹാബാദ് ഉടമ്പടി ഒപ്പുവെച്ചത് 1765 മുഗൾ ഭരണാധികാരിയായ ഷാ ആലം രണ്ടാമനും ബ്രിട്ടീഷ് സൈന്യാധിപനായ റോബർട്ട് ക്ലൈവും. ബംഗാൾ, ബീഹാർ, ഒഡീഷ എന്നിവിടങ്ങളിൽ നികുതി പിരിക്കാനുള്ള അവകാശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിക്കുകയും ചെയ്തു. ഈ അധികാരത്തെ നമ്മൾ എന്തെന്ന് വിളിക്കും? ദിവാനി അധികാരം എന്ന് വിളിക്കാറുണ്ട്. ദിവാനി അധികാരം എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ ബക്സാർ യുദ്ധത്തെ തുടർന്നാണ് എന്ത് ഉടമ്പടി ഒപ്പുവെക്കുക? അലഹാബാദ് ഉടമ്പടി ഒപ്പുവെക്കുക. ഇത് രണ്ടും നമ്മൾ ഒരുമിച്ച് പഠിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് പഠിച്ചത്. റിവിഷൻ ചെയ്താലോ? യെസ്, ബക്സാർ യുദ്ധം ഗംഗാ നദീതീര പട്ടണമായ ബീഹാറിലെ ബക്സാറിൽ വെച്ച് നടന്ന യുദ്ധമാണെന്ത്? ബക്സാർ യുദ്ധം. 1764 ഒക്ടോബർ 22 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പ്രാദേശിക സഖ്യകക്ഷികൾ നടത്തിയ യുദ്ധമാണ്. ബ്രിട്ടീഷുകാർ അങ്ങോട്ട് പോയതല്ല, സഖ്യകക്ഷികൾ ഇങ്ങോട്ട് വന്നതാണ്. ആ സമയത്തെ ബ്രിട്ടീഷ് ബംഗാൾ ഗവർണർ ഹെൻറി വാൻ സിറ്റാഡ് ആയിരുന്നു. പിന്നെ പറയുന്നു, എതിർപക്ഷത്ത് ബംഗാൾ നവാബായ മിർ കാസിം ഉണ്ട്, ഔദിലെ നവാബായ പൂജ ഉദ്ദൗള, പിന്നെ മുഗൾ ചക്രവർത്തിയായ ഷാ ആലം രണ്ടാമൻ. ഈ 3 പേരുണ്ടെങ്കിലും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഏകപക്ഷീയമായി ആരെ പരാജയപ്പെടുത്തി? സഖ്യകക്ഷികളെ പരാജയപ്പെടുത്തി. അതിൽ മിർ കാസിമിന് അധികാരം തന്നെ പൂർണ്ണമായി നഷ്ടപ്പെട്ടു. ഔദിലെ നവാബ് പൂജ ഉദ്ദൗളയ്ക്ക് രാജഭരണമുണ്ട്, പക്ഷെ ബ്രിട്ടീഷുകാരോട് പരാജയപ്പെട്ടുകൊണ്ട് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. മുഗൾ ചക്രവർത്തി ഷാ ആലം രണ്ടാമനും മുഗൾ സാമ്രാജ്യമുണ്ട്, പക്ഷെ ബ്രിട്ടീഷുകാരോട് പരാജയപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യും? നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും, അല്ലെ? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്ക് ഭാഗത്ത് ബ്രിട്ടീഷ് ഭരണത്തിന് തുടക്കം കുറിക്കാൻ കാരണമായ യുദ്ധമാണെന്ത്? ബക്സാർ യുദ്ധം. അതായത് ബ്രിട്ടീഷുകാർ നേരിട്ട് എന്ത് ചെയ്യുന്നു? ഭരണത്തിലേക്ക് ഇറങ്ങുന്നു. ബ്രിട്ടീഷ് മേധാവിത്വം സുസ്ഥിരമാക്കിയ യുദ്ധമാണ് ബക്സാർ യുദ്ധം. ബക്സാർ യുദ്ധാനന്തരം ഒപ്പുവെച്ച ഉടമ്പടിയാണ് അലഹാബാദ് ഉടമ്പടി. ഒപ്പുവെച്ചത് 1765. മുഗൾ ഭരണാധികാരി ഷാ ആലം രണ്ടാമൻ റോബർട്ട് ക്ലൈവിന് എഴുതി നൽകിയ ഉടമ്പടി. ബംഗാൾ, ബീഹാർ, ഒഡീഷ എന്നിവിടങ്ങളിലെ നികുതി പിരിക്കാനുള്ള അധികാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിച്ചു. ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ദിവാനി അധികാരം എന്ന് വിളിക്കും. അപ്പൊ ദിവാനി അധികാരം ലഭിച്ചതോടുകൂടിയാണ് ബ്രിട്ടീഷുകാര് നേരിട്ട് ഭരണത്തിലേക്ക് വരിക. അതുകൊണ്ട് 1765 ഔദ്യോഗികമായി ബംഗാളിൽ ഒരു ഗവർണറെ നിയമിക്കുക.
അങ്ങനെ നിയമിക്കപ്പെടുന്ന ആദ്യ ഗവർണർ റോബർട്ട് ക്ലൈവ് ആണ്. 1757 പ്ലാസി യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിന് കീഴിൽ പ്രാദേശിക ഭരണാധികാരിയെ നിയമിച്ചിരുന്നു. അവിടെ പ്രാദേശിക ഭരണാധികാരിനെ ഭരിക്കുന്നെങ്കിലും പൂർണ്ണ നിർദ്ദേശം ആര് കൊടുക്കണം? ബ്രിട്ടീഷുകാർ നൽകണം. ആ സമയത്തും ഗവർണർ എന്ന പോസ്റ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ നോക്കിയാലും ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബംഗാളിലെ ആദ്യ ഗവർണർ പ്ലാസി യുദ്ധത്തിന് ശേഷം അധീന പ്രദേശങ്ങളിൽ പ്രാദേശിക ഭരണാധികാരിക്ക് നിർദ്ദേശം നൽകേണ്ട ഗവർണർ എന്ന സ്ഥാനം വഹിച്ചത് ആര് തന്നെ? റോബർട്ട് ക്ലൈവ് തന്നെ. ദിവാനി അധികാരത്തോടുകൂടി ബംഗാളിലെ ഗവർണർ ആദ്യമായി നിയമിക്കപ്പെടുന്നത് ആര് തന്നെ? റോബർട്ട് ക്ലൈവ് തന്നെ. അപ്പൊ ബംഗാളിന്റെ ആദ്യ ഗവർണർ എന്ന് ചോദിച്ചാൽ ആര് പേര് തന്നെ പറയുക? റോബർട്ട് ക്ലൈവിന്റെ പേര് തന്നെ പറയുക. 1757 താൽക്കാലിക ഗവർണറുടെ അധികാരം, 1765 ദിവാനി അധികാരത്തോടു കൂടിയുള്ള ഗവർണർ എന്ന പദവിയും ആർക്ക് കിട്ടി? നമ്മുടെ റോബർട്ട് ക്ലൈവിന് കിട്ടി. പക്ഷെ ഏറ്റവും പ്രാധാന്യം എന്തിനാണ്? 1765 ദിവാനി അധികാരത്തോടു കൂടിയുള്ള ഗവർണർ എന്ന സ്ഥാനമാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ കരുതുന്നു. വളരെ പെട്ടെന്ന് നമുക്കൊന്ന് റിവിഷൻ ചെയ്ത് നോക്കാം. സ്ലൈഡ് ഇടുന്നില്ല. സ്ലൈഡ് ഇട്ട് കഴിഞ്ഞ് നിങ്ങൾ അത് നോക്കി വായിക്കും. അത് വേണ്ട, നിങ്ങൾ നോട്ടൊക്കെ ചിലപ്പോൾ ക്ലാസ്സിൻ്റെ ഇടയിൽ എഴുതിയിട്ടുണ്ടാവാം. നോട്ട്ബുക്കൊക്കെ മാറ്റി വെക്കുക, കൂളായിട്ടിരിക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചതാണെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ പഠിച്ചത് അല്ലേ? നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കണ്ണടച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ ബുക്കൊക്കെ മാറ്റി വെച്ചിട്ട് സ്വയം ആലോചിച്ച് നോക്കുക. നമ്മൾ എന്തൊക്കെ പഠിച്ചു? യെസ്, എന്തൊക്കെ പഠിച്ചു? ആദ്യം നമ്മൾ പഠിച്ചത് കർണാടിക് യുദ്ധമാണ്. എന്താണ് കർണാടിക് യുദ്ധം? തെക്കേ ഇന്ത്യയിൽ കച്ചവട ആധിപത്യത്തിന് വേണ്ടിയിട്ട് ബ്രിട്ടനും ഫ്രാൻസും നമ്മൾ നടത്തിയ യുദ്ധം. എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട് അല്ലേ? ഒന്നാം കർണാടിക് യുദ്ധം ഇതോട്ട് ഇതുവരെ 1746-48 ആര് വിജയിച്ചു? ഫ്രഞ്ചുകാർ. അതായത് ബ്രിട്ടീഷ് അധീന പ്രദേശമായ മദ്രാസ് ഫ്രഞ്ചുകാർ കീഴടക്കിയല്ലോ. ഒന്നാം കർണാടിക് യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഒപ്പുവെച്ച ഉടമ്പടി ഏതാ? എക്സ്ലാ ഷാപ്പികൽ ഉടമ്പടിയാണ് 1748. രണ്ടാം കർണാടിക് യുദ്ധം തൊട്ടടുത്ത വർഷം ആരംഭിക്കുന്നു, 1759 തൊട്ട് 54 വരെ. ഈ രണ്ടാം കർണാടിക് യുദ്ധത്തിൽ വിജയിക്കണമെന്നത് ബ്രിട്ടീഷുകാരുടെ അഭിമാന പ്രശ്നമായതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഒരു പ്രസിദ്ധനായ ശക്തനായ ഒരു സൈന്യാധിപനെ കൊണ്ടുവന്നു. അദ്ദേഹമാണ് ആര്? റോബർട്ട് ക്ലൈവ്. രണ്ടാം കർണാടിക് യുദ്ധത്തിൽ റോബർട്ട് ക്ലൈവ് ആരെ പരാജയപ്പെടുത്തി? ഫ്രഞ്ചുകാരെ പരാജയപ്പെടുത്തി. കർണാടകയുടെ തലസ്ഥാനമായ ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായ ആർക്കോട്ട് ഭൂപ്രദേശം 1751 പിടിച്ചിറക്കി. ആർക്കോട്ട് ഭൂപ്രദേശം പിടിച്ചിറക്കിയതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ആർക്കോട്ട് യുദ്ധം എന്ന് വിളിച്ചു അല്ലെ? രണ്ടാം കർണാടിക് യുദ്ധം ആര് പരാജയപ്പെട്ടു? ഫ്രഞ്ചുകാര്. പരാജയപ്പെട്ട രാജ്യത്ത് വെച്ചല്ലേ ഉടമ്പടി പോകുക? യെസ്. രണ്ടാം കർണാടിക് യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഒപ്പുവെച്ച ഉടമ്പടിയാണ് എന്താ? പോണ്ടിച്ചേരി ഉടമ്പടി അഥവാ പുതുച്ചേരി ഉടമ്പടി. ഇത് വർഷം 1754. ശരിയല്ലേ? മൂന്നാം കർണാടിക് യുദ്ധം 1758 തൊട്ട് 63 വരെ. ഇതേ കാലഘട്ടത്ത് യൂറോപ്പിൽ ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ എന്ത് നടക്കുന്നുണ്ട്? സപ്തവത്സര യുദ്ധം നടക്കുന്നുണ്ട്. അപ്പൊ യൂറോപ്പിലെ സപ്തവത്സര യുദ്ധ കാലഘട്ടത്ത് ഇന്ത്യയിൽ ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ നടന്ന യുദ്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നാം കർണാടിക് യുദ്ധം നമുക്ക് പറയാം. ഓക്കെ. ഈ മൂന്നാം കർണാടിക് യുദ്ധത്തിലെ പ്രധാന യുദ്ധമാണ് തമിഴ്നാട്ടിലെ വന്തവാസി എന്ന സ്ഥലത്ത് വെച്ച് നടന്ന വാണ്ടിവാഷ് യുദ്ധം. ബ്രിട്ടീഷ് സൈന്യാധിപനായ എയർകൂട്ട് ഫ്രഞ്ചുകാരെ സമ്പൂർണ്ണമായി പരാജയപ്പെടുത്തുകയാണ്. ഫ്രഞ്ചുകാരുടെ തലസ്ഥാനമായ ഇന്നത്തെ പുതുച്ചേരി അഥവാ പോണ്ടിച്ചേരി ഒഴികെയുള്ള ഭൂപ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി മാറുകയും ചെയ്തു. തുടർന്ന് ഇന്ത്യയിൽ ഫ്രഞ്ചുകാർക്ക് കൂടുതൽ കോളനിയൊന്നും സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നമ്മൾ കണക്കാക്കുന്നു വാണ്ടിവാഷ് യുദ്ധം അഥവാ മൂന്നാം കർണാടിക് യുദ്ധം ഫ്രഞ്ച് പതനത്തിന് കാരണമായി തീർന്നു. മൂന്നാം കർണാടിക് യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഒപ്പുവെച്ച ഉടമ്പടിയാണ് എന്താ? പാരീസ് ഉടമ്പടി 1763. യൂറോപ്പിലെ സപ്തവത്സര യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഒപ്പുവെച്ച ഉടമ്പടി എന്ന് ചോദിച്ചാലും നമ്മൾ എന്ത് തന്നെ പറയണം? പാരീസ് ഉടമ്പടി തന്നെ പറയണം. ഇനി നമ്മൾ കിഴക്കേ ഇന്ത്യയിലേക്ക് പോവാണ്. കിഴക്കേ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കാരണമായ ഏറ്റവും പ്രധാനപ്പെട്ട ചവിട്ടുപടിയായി കണക്കാക്കുന്നതാണ് ഇരിട്ടറ ദുരന്തം എന്ന സംഭവം. കിഴക്കേ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പണികഴിപ്പിച്ച ആദ്യ കോട്ട വില്യം കോട്ടയാണ്. കൽക്കട്ടയിൽ 1702. കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ ഒരു വില്യം കോട്ടയുണ്ട്. അത് പണികഴിപ്പിച്ചത് ആരാണ്? ഡച്ചുകാരാണെന്ന് മനസ്സിലുണ്ടാവട്ടെ. കൽക്കട്ടയിലെ ബ്രിട്ടീഷുകാരുടെ വില്യം കോട്ട ബംഗാളിലെ പ്രാദേശിക ഭരണാധികാരിയായിരുന്ന നവാബ് സിറാജുദ്ദൗള 1756 ആക്രമിച്ച് കീഴ്പ്പെടുത്തി അലിനഗർ എന്ന പേര് നൽകി. പിടിച്ചടക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് സൈനികർ കുറേ പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടാവും. കൊല്ലപ്പെടാത്ത മറ്റ് ബ്രിട്ടീഷ് സൈനികർ എന്ത് ചെയ്തു? സിറാജുദ്ദൗളയ്ക്ക് മുമ്പിൽ കീഴടങ്ങി. ഈ കീഴടങ്ങിയ ബ്രിട്ടീഷ് സൈനികരെ ഇദ്ദേഹം എന്ത് ചെയ്തു? ഒരു ഇരുട്ടറങ്ങില്, കൃത്യമായി പറഞ്ഞാൽ 146 ബ്രിട്ടീഷ് സൈനികരെ ഒരു ചെറിയ മുറിയിൽ അടച്ചു. 123 ഒരു ശ്വാസം മുട്ടി മരിച്ചു. ഇതാണ് ഇരിട്ടറ ദുരന്തം എന്ന പേരിൽ അറിയപ്പെടുക. സിറാജുദ്ദൗള എന്ന നവാബിന്റെ സർവ്വ സൈന്യാധിപനായ മിർ ജാഫർ
ഇതിന്റെ പേരിൽ ആരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായെന്ന് കണക്കാക്കുന്നു? സിറാജ് ഉദ്ദൗളയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ആർക്ക്? മിർ ജാഫർക്ക്. ഈ ഇരിട്ടറ ദുരന്തത്തിന് തക്കതായ മറുപടി നൽകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരെ കൊണ്ടുവരുന്നു? വീണ്ടും നമ്മുടെ റോബർട്ട് ക്ലൈവിനെ കൊണ്ടുവരുന്നു. രണ്ടാം കർണാടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാർക്ക് പരാജയത്തിന്റെ സ്വാദം നൽകിയ ആരെ? ക്ലൈവിനെ കൊണ്ടുവരുന്നു. ക്ലൈവ് പ്ലാസി യുദ്ധത്തിൽ ആരെ പരാജയപ്പെടുത്തി? നമ്മുടെ സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തി. അതിനുവേണ്ടി അദ്ദേഹം ഉപയോഗിച്ച ഒരു ബുദ്ധിപരമായ ഒരു കാര്യമുണ്ട്. എന്താ? സിറാജുദ്ദൗളയുടെ അഭിപ്രായ വ്യത്യാസമുണ്ടായ മിർ ജാഫറിനെ റോബർട്ട് ക്ലൈവ് സ്വന്തം പക്ഷത്തേക്ക് കൂട്ടിച്ചേർത്തു. എന്നിട്ട് വാഗ്ദാനം ചെയ്തു, സിറാജുദ്ദൗള പരാജയപ്പെട്ടാൽ അതിനുശേഷം ബംഗാളിലെ നവാബായി ആരെ നിയമിക്കാം? മിർ ജാഫറിനെ നിയമിക്കാം. ഈ വാഗ്ദാനത്തിൽ ആര് വീണു? മിർ ജാഫർ വീണു. മിർ ജാഫർ ഓക്കെ പറഞ്ഞു. അങ്ങനെ പ്ലാസി യുദ്ധത്തിൽ മിർ ജാഫർ വിട്ടുനിന്നു. സിറാജുദ്ദൗളയെ സഹായിക്കാൻ ഫ്രഞ്ച് സൈന്യം എത്തിയെങ്കിലും എന്ത് ചെയ്തു? ഫ്രഞ്ച് സൈന്യവും സിറാജുദ്ദൗളയുടെ സൈന്യം എന്ത് ചെയ്തു? റോബർട്ട് ക്ലൈവിന് മുന്നിൽ പരാജയപ്പെട്ടു പോയി. ഈ പലാശി എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളിലെ സ്ഥലമാണ്. ഭഗീരഥി ഹൂഗ്ലി നദീതീര പട്ടണവുമാണ്. ഓക്കെ, ഇനി നമ്മുടെ സിറാജുദ്ദൗള സർവ്വസൈന്യാധിപനെ മിർ ജാഫറിനെ ക്ലൈവ് സ്വന്തം പക്ഷത്തേക്ക് കൂറുമാറ്റിയതല്ലേ പ്ലാസി യുദ്ധം വിജയിക്കാനുള്ള കാരണം? അതുകൊണ്ട് നമ്മൾ മിർ ജാഫറിനെ എന്തെന്ന് വിളിക്കും? ക്ലൈവിന്റെ കുറുക്കൻ എന്ന് വിളിക്കും. പ്ലാസി യുദ്ധത്തിന് ശേഷം ബംഗാൾ നവാബായി ആര് മാറി? മിർ ജാഫർ മാറി. കുറെ ദിവസം കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർ പറയുന്നതൊന്നും കേൾക്കാൻ കഴിയില്ല എന്നൊരു സാഹചര്യം വന്നപ്പോൾ മിർ ജാഫർ അതിനെതിരെ ശബ്ദമുയർത്തി. അത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇഷ്ടപ്പെട്ടില്ല. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളിന്റെ നവാബ് സ്ഥാനത്ത് നിന്ന് മിർ ജാഫറെ മാറ്റി പകരം ആരെ നിയമിച്ചു? മിർ കാസിമിനെ നിയമിച്ചു. മിർ കാസിമും ആദ്യമൊക്കെ അനുസരിച്ചെങ്കിലും പിന്നീട് അങ്ങോട്ട് അനുസരിച്ചില്ല. മിർ കാസിം പ്രാദേശിക ഭരണാധികാരികളുമായി എന്ത് ചെയ്തു? സഖ്യത്തിൽ ഏർപ്പെട്ടു. അവധിലെ നവാബായ പൂജാഉദ്ദൗളയും മുഗൾ ചക്രവർത്തി ഷാ ആലം രണ്ടാമനുമായി ചേർന്നിട്ട് ബ്രിട്ടീഷുകാർ ആക്രമിച്ചു. ഇതാണ് എന്ത്? ബക്സാർ യുദ്ധം അല്ലെ? ബക്സാർ യുദ്ധം എന്നായിരുന്നു 1764 ഒക്ടോബർ 22-ന്. ആരൊക്കെ തമ്മിൽ? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി യുദ്ധം ചെയ്തത് ബംഗാളിന്റെ ഗവർണർ സ്ഥാനം വഹിച്ചിരുന്ന ഹെൻറി വാൻ സിറ്റാർഡും, എതിർപക്ഷത്താരൊക്കെ? നമ്മുടെ മിർ കാസിം, ബംഗാൾ നവാബായ മിർ കാസിം, ഔദ്ദല നവാബായ പൂജാഉദ്ദൗള, പിന്നെ മുഗൾ ചക്രവർത്തി ഷാ ആലം രണ്ടാമൻ. പക്ഷെ എന്ത് ചെയ്യാം? ബ്രിട്ടീഷുകാരെ ഏകപക്ഷീയമായി വിജയിച്ചു. അങ്ങനെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്ക് ഭാഗത്ത് ബ്രിട്ടീഷ് ഭരണത്തിന് തുടക്കം കുറിക്കാൻ കാരണമായത് എന്താണ്? ബക്സാർ യുദ്ധമാണ്. ബക്സാർ യുദ്ധത്തോടുകൂടി ബ്രിട്ടീഷ് മേധാവിത്വം സുസ്ഥിരമാക്കി അല്ലെങ്കിൽ ഉറപ്പിക്കുവാനായിട്ട് കഴിഞ്ഞു. ഈ ബക്സാർ യുദ്ധത്തിന്റെ നഷ്ടപരിഹാരം എന്ന രീതിയിൽ മുഗൾ ഭരണാധികാരി ഷാ ആലം രണ്ടാമൻ ബ്രിട്ടീഷുകാർക്ക് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നൽകുന്ന നികുതി പിരിക്കാനുള്ള അധികാരമാണ് അലഹാബാദ് ഉടമ്പടിയിൽ ഒപ്പുവെക്കുക. അലഹാബാദ് ഉടമ്പടി ഒപ്പുവെച്ചത് 1765. ആരൊക്കെ തമ്മിൽ? മുഗൾ ഭരണാധികാരി ഷാ ആലം രണ്ടാമനും റോബർട്ട് ക്ലൈവ്. ബംഗാൾ, ബീഹാർ, ഒഡീഷ എന്നീ പ്രദേശങ്ങൾ നീതി പിരിക്കാനുള്ള അധികാരം അഥവാ ദിവാനി അധികാരം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. അങ്ങനെ പൂർണ്ണ ദിവാനി അധികാരത്തോടുകൂടി ബംഗാൾ ഗവർണറായി ആര് നിയമിക്കപ്പെടുന്നു? റോബർട്ട് ക്ലൈവ് നിയമിക്കപ്പെടുകയാണ്. ഓക്കെ, അപ്പൊ ഇന്നേ ദിവസം നമ്മൾ ബ്രിട്ടീഷ് കോളനിവൽക്കരണ കാലഘട്ടത്തെ പ്രധാനപ്പെട്ട യുദ്ധങ്ങളാണ് പരിശോധിച്ചത്. ഇനി കുറച്ച് യുദ്ധങ്ങളൂടെ ഉണ്ട്, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അതോടെ വരുമ്പോഴേക്കും നിങ്ങൾക്ക് ബ്രിട്ടീഷ് ആധിപത്യത്തെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് ക്വിസ് ഉണ്ടാവും. അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക, കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോവുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ദയവായി ചോദിക്കാനായിട്ട് ശ്രമിക്കുക. കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് മറന്നു പോവില്ല. ഒരിക്കൽ നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊരു പരീക്ഷ എഴുതാൻ പോയാലും പിന്നെ പഠിക്കേണ്ടടാ, റിവിഷൻ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് എന്താ പറയുക, അടിസ്ഥാനം ഏറ്റവും മെച്ചപ്പെട്ടതാണെങ്കിൽ നമ്മൾ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ സമ്പൂർണ്ണമായിട്ടാണ് പഠിക്കുക. SCERT ഫാക്ട് എല്ലാം ഉൾപ്പെടുത്തിയാണ് പഠിക്കുക. ആ പഠനം നിങ്ങൾക്ക് ഏറെ പ്രയോജനം ചെയ്യും. ഒരിക്കൽ പഠിക്കുക, പിന്നീട് അങ്ങോട്ട് റിവിഷൻ ചെയ്താൽ മാത്രം മതിയാവും. സെറ്റാക്കാം. ഹിസ്റ്ററി എന്ന പേടി നമുക്ക് മാറ്റിമറിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.